നമുക്ക് സ്വാഗതം ആശംസിച്ച അമ്പലപ്പുഴ കുടുംബവേദിയുടെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ പോരാ, ഈ മനുഷ്യസ്നേഹത്തിൻ്റെ, ജീവകാരുണ്യത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ എല്ലാം പിന്നിലുള്ള ഊഷ്മളമായ ചാലകശക്തി, സ്നേഹനിധിയായ എൻ്റെ സുഹൃത്ത്, എൻ്റെ സഹോദരൻ, പ്രിയപ്പെട്ട ആർ ഹരികുമാർ അവർകളെ, മുഖ്യപ്രഭാഷണം ഇവിടെ നടക്കാനിരിക്കുകയാണ്. ഡോക്ടർ ജയകുമാർ ഭരണകർത്താവ് എന്ന നിലയിൽ ആദ്യമായി നമ്മുടെ മാതൃഭാഷയ്ക്ക് ഒരു സർവകലാശാല സംസ്ഥാനത്ത് ഉയർന്നപ്പോൾ അതിൻ്റെ ഭരണസാരഥി എന്ന നിലയിൽ, അതിലൊക്കെ അപ്പുറത്ത് ഉള്ളുണർത്തുന്ന കവിതകളെ കൊണ്ട്, ഗാനങ്ങളെ കൊണ്ട് മലയാണ്മയെ ധന്യമാക്കിയ പൊൻതൂലികയുടെ ഉടമസ്ഥൻ എന്ന നിലയിൽ, അതിലൊക്കെ അപ്പുറത്ത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് വെടുപ്പുള്ള കവിതയും വെടുപ്പുള്ള മനുഷ്യനും. ഇത് പരസ്പരം പൂരകമായി സമന്വയിപ്പിച്ച മലയാളത്തിൻ്റെ വലിയ കവി പ്രിയപ്പെട്ട ഡോക്ടർ കെ ജയകുമാർ IAS, എൻ്റെ ബഹുമാന്യ സുഹൃത്ത്, ജ്യേഷ്ഠതുല്യനായ ജയകുമാർ സാർ അവർകളെ, സവനീർ പ്രകാശനം നിർവഹിക്കാനിരിക്കുന്ന വളരെ കുറഞ്ഞ കാലം കൊണ്ട് മലയാളത്തിൻ്റെ ചലച്ചിത്ര മണ്ഡലത്തിൽ സ്വകീയമായിട്ടുള്ള മുദ്രകൾ തീർത്ത പ്രിയ സഹോദരി അപർണദാസ്, ആദരിക്കപ്പെടുന്ന വിശിഷ്ടാതിഥികളായിട്ടുള്ള, എനിക്കേറെക്കാലത്തെ ബന്ധവും പരിചയവും ബഹുമാനവുമുള്ള, സംഗീതത്തിലെ മാത്രമല്ല സാമൂഹികമായിട്ടുള്ള ഒട്ടേറെ വ്യവഹാര മണ്ഡലങ്ങളിൽ തൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ സമൂഹത്തെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അടുത്ത ദിവസം രാഷ്ട്രപതിയിൽ നിന്ന് പത്മശ്രീ ഏറ്റുവാങ്ങിയിട്ടുള്ള ബഹുമാനപ്പെട്ട ഡോക്ടർ കെ ഓമന കുട്ടി ടീച്ചർ അവർകളെ, രാജ്യത്തെക്കുറിച്ച് നാം കൂടുതൽ ചിന്താധീനരാകുന്ന ഒരു സാഹചര്യമാണ്. ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ കഴിയൂ. ചുവരാണ് രാജ്യം. ആ രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്യുന്ന വീരജവാന്മാരുടെ മഹത്തായ ജീവിതത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ മധ്യത്തിലുള്ള നമ്മുടെ വിശിഷ്ടാതിഥി ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി അവർകളെ, കാലിക്കറ്റ് സർവകലാശാലയിലും മറ്റു മേഖലകളിലും ഒട്ടേറെ മണ്ഡലങ്ങളിൽ സേവനനിരതനായ, ഇപ്പോൾ ദ്രോണാചാര്യ പുരസ്കാരം നേടി നമ്മയൊക്കെ അഭിമാനം കൊള്ളിച്ചിട്ടുള്ള ആദരണീയനായ എസ് മുരളീധരൻ അവർകളെ, ഇവിടെ ആദരിക്കപ്പെടുന്ന ശരിയായ ശില്പി, കലാകാരൻ, ശരിയായ അർത്ഥത്തിലുള്ള കലാകാരൻ പ്രിയപ്പെട്ട PV രാമചന്ദ്രൻ, ഇവിടെ എത്തിച്ചേർന്നിട്ടില്ലെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ഡൽഹി മലയാളികളുടെ ഒരു അംബാസഡറെ പോലെ വിശേഷിച്ചും സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന എൻ്റെ ബഹുമാന്യ സ്നേഹിതൻ ബാബു പണിക്കർ, വ്യവസായി ബാബു പണിക്കർ, കളമെഴുത്ത് കലാകാരനായ പ്രതിഭാധനനായ P ഗോപകുമാർ അവർകളെ, പ്രിയപ്പെട്ട ഉണ്ണിമാഷ്, അവതരണം നിർവഹിക്കുന്ന RJ നിയാസി കുട്ടി, വേദിയിലും സദസ്സിലുമുള്ള മഹത്തുക്കളെ, എനിക്ക് വളരെ അടുപ്പമുള്ള, ബഹുമാനമുള്ള വിശിഷ്ട വ്യക്തികൾ പലരും സദസ്സിലുണ്ട്. എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച ഹരിയേട്ടൻ്റെ പ്രതിനിധിയായി നിരന്തരം എന്നെ വർഷങ്ങളായി വിളിച്ചുകൊണ്ടിരുന്ന പ്രശാന്ത് അടക്കം എൻ്റെ ബഹുമാന്യരെ, ജ്യേഷ്ഠാനുജന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, എല്ലാവർക്കും എൻ്റെ വന്ദനം. നമോവാകം. ഓം ശാന്തി. അസ്സലാമു അലൈക്കും. മനോഹരമായ സന്ധ്യ, അതിനുശേഷമുള്ള ശുഭരാത്രി എല്ലാം ഞാൻ നിങ്ങൾക്ക് സ്നേഹപൂർവം നേരുകയാണ്. ഞാനിവിടെ ഒരു വിഷമസന്ധിയിലാണ് ഈ ബഹുമാനപ്പെട്ട സദസ്സിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. എത്രയോ കാലമായിട്ട് നിരവധി വേദികളിൽ പോകാൻ ദൈവകാരുണ്യത്താൽ
അവസരമുണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഇത് വളരെ അസാധാരണത്വമുള്ള ഈ വേദിയിൽ, വളരെ അസാധാരണത്വമുള്ള വ്യക്തിത്വങ്ങൾ സന്നിഹിതരായിട്ടുള്ള ഈ വേദിയിൽ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലൂടെയാണ് ഞാൻ ഈ അമ്പലപ്പുഴയിലേക്ക് വന്ന ശേഷം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അമ്പലപ്പുഴ എന്ന നാട്, അതിൻ്റെ പ്രസിദ്ധി, പ്രശസ്തി, പാരമ്പര്യം, അതിൻ്റെ പുരാവൃത്തങ്ങളുടെ മനോഹരമായിട്ടുള്ള ഭാവതലങ്ങൾ, അമ്പലപ്പുഴയുടെ ക്ഷേത്രം, ആ ക്ഷേത്രത്തിൻ്റെ ചരിത്രം വഴി വന്നിട്ടുള്ള പൈതൃകം, അമ്പലപ്പുഴയ്ക്ക് പ്രത്യേകമായി അവകാശപ്പെടാവുന്ന മലയാളത്തിൻ്റെ സാഹിത്യ കലാ പാരമ്പര്യങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. കുഞ്ചൻ നമ്പ്യാർ അടക്കമുള്ള മഹാപ്രതിഭകൾക്ക് ബന്ധപ്പെട്ട നാടാണ് അമ്പലപ്പുഴ. പേര് തന്നെ വളരെ അസാധാരണമാണ്. അമ്പലം, പുഴ. അമ്പലം വിശ്വാസങ്ങൾക്ക്, നൈതികതക്ക്, പ്രമാണങ്ങൾക്ക്, ആചാരാനുഷ്ഠാനങ്ങൾക്ക് പ്രതിനിധീഭവിക്കുമ്പോൾ, പുഴ നമ്മുടെ പ്രകൃതിക്ക്, പരിസ്ഥിതിക്ക്, പ്രകൃതിയുമായുള്ള നമ്മുടെ നാഭീനാള ബന്ധങ്ങൾക്ക് എല്ലാം പ്രതിനിധിയായിത്തീരുന്നു. അതിൻ്റെ എല്ലാം പാരമ്പര്യം അലിഞ്ഞു ചേർന്ന മണ്ണാണ് അമ്പലപ്പുഴ. പക്ഷേ ഈ പരിപാടി എത്രയോ വർഷമായി ഇവിടെ നടന്നു വരുന്ന സുഖിനോ ഭവന്തു, ലോകാസ്തമസ്ത സുഖിനോ ഭവന്തു, നമുക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട പ്രമാണമാണ്, നമ്മുടെ ശ്രേഷ്ഠ പ്രമാണമാണ് എല്ലാ അർത്ഥത്തിലും. സമസ്ത ലോകവും സുഖത്തിൽ ഭവിക്കട്ടെ എന്ന് മലയാളത്തിലേക്ക് അതേ രീതിയിൽ ഭാഷാന്തരം ചെയ്താൽ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന സംസ്കൃതമാണിത്. സമസ്ത ലോകവും സുഖത്തിൽ ഭവിക്കട്ടെ, ലോകാസമസ്ത സുഖിനോ ഭവന്തു. ഈ ശീർഷകത്തിൽ ഇതുപോലൊരു മനുഷ്യസ്നേഹ സംഗമം, ഒരു ജീവകാരുണ്യ സംഗമം നമ്മുടെ ഹൃദയങ്ങളെ ഉണർത്തുന്നുവെങ്കിൽ അതിലൽപ്പം പോലും അത്ഭുതത്തിന് അവകാശമില്ല. ഞാൻ ശ്രീ ഹരിയുടെ ഇവിടെ സംസാരിച്ച അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മാത്രമല്ല, ഞാൻ ഇന്നാണ് അദ്ദേഹത്തെ കാണുന്നത്, ഇന്നാണ് അദ്ദേഹത്തെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ വ്യവഹാരങ്ങൾ, അദ്ദേഹത്തിൻ്റെ വ്യക്തി വീഴ്ചകൾ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതികൾ, അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സാമൂഹികമായിട്ടുള്ള ഇടപെടലുകൾ, ഇതൊക്കെ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിൽ നനവുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ഇത്രയും കാലം നിർവഹിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ മഹത്തായ ചടങ്ങിന് പിറകിലുള്ള പ്രചോദനമേത് എന്ന കാര്യത്തെക്കുറിച്ച് അധികം ആലോചിച്ച് വിഷണ്ണനാകേണ്ടതായിട്ടുള്ള ആവശ്യം നമുക്കാർക്കും വന്നു ചേരുന്നില്ല. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം, ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല, ഞാനിവിടെ ഇവരെയൊക്കെ കേൾക്കാനും കൂടി ഇരിക്കുന്ന ഒരാളാണ്. എനിക്കിവിടെ ഈ സംസാരം ഒരു പരീക്ഷണമാകുന്നത്, ഞാനിവിടെ സംസാരിക്കാതിരുന്നാൽ അതൊരു നന്ദി കേടാവും, അപമര്യാദയാകും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ക്ഷണിക്കപ്പെട്ടത് കൊണ്ടാണ്. അല്ലെങ്കിൽ ജയകുമാർ സാറ് പ്രസംഗിക്കാനിരിക്കുന്നു, അധ്യക്ഷനെ സംസാരിച്ചിട്ടുള്ളൂ, ഓമനക്കുട്ടി ടീച്ചർ, ഞങ്ങൾ എത്രയോ ചടങ്ങിൽ, സംഗീത ചടങ്ങിൽ മാത്രമല്ല, അവസാനമായിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്ത് പങ്കെടുത്ത ചടങ്ങ് ഉപനിഷത്തുക്കളുടെ ഭാഷാന്തരം സ്വാമി മുനിനാരായണ പ്രസാദ് സ്വാമി നടത്തിയ വിവർത്തനം പ്രകാശനം ചെയ്യപ്പെടുന്ന ചടങ്ങിലാണ്. അതുപോലൊക്കെയുള്ള സദസ്സുകളിൽ മുഴങ്ങുന്ന അവരുടെ വാക്ക്, അതുപോലെ ഋഷിയുടെ വാക്ക്, ഇതൊക്കെ ഞാൻ വളരെ കൗതുകത്തോടെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ദ്രോണാചാര്യ അവാർഡ് നേടിയ എസ് മുരളീധരൻ അവറുകളുടെ, ശ്രീരാമചന്ദ്രൻ്റെ കലയുടെ ദാർശനികമായിട്ടുള്ള ആഴങ്ങളെ തൻ്റെ ശില്പങ്ങളിലേക്ക്, തൻ്റെ കലാപ്രക്രിയയിലേക്ക് പകർത്തുന്ന കലാകാരനാണ് അദ്ദേഹം. അപർണയെ പുതിയ തലമുറയുടെ മാത്രമല്ല, മലയാളികളുടെ മൊത്തത്തിൽ കലാസംസ്കാരത്തിലേക്ക് വലിയ സംഭാവനകൾ അർപ്പിക്കുന്ന ഇവരെയൊക്കെ കേൾക്കാനാണ് എനിക്ക് താല്പര്യം.
പക്ഷേ അവിടെ സംസാരിക്കാതിരുന്നാൽ അത് മര്യാദകേടാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചില കാര്യങ്ങൾ പറയുന്നത്. ഇവരെയൊക്കെ ഒരുമിച്ച് കൂട്ടാൻ എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ്. 7 കുടുംബങ്ങൾക്കാണ് ഇന്ന് വീട് കൊടുക്കുന്നത്. ഈ ആലപ്പുഴ മണ്ണിൽ നിന്നായിരിക്കണം ഒരുപക്ഷെ ആ പാട്ടുണ്ടായത്. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിലിടമില്ല. നാടകഗാനമാണ്. സ്വാഭാവികമായും ആലപ്പുഴ മണ്ണിൽ നിന്നാണ് കേരളത്തിൻ്റെ നാടക പ്രസ്ഥാനത്തിന് പുതിയ ആവിഷ്കാരങ്ങൾ ഉണ്ടാകുന്നത്. KPSC നാടക സംഘം കേരളത്തിൻ്റെ നാടക പ്രസ്ഥാനത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ ഉദാത്തമാണ്. ശ്രീ ഹരി അടക്കമുള്ളവർ, ഹരി തൻ്റെ ചെറുപ്പകാലത്ത് നാടകങ്ങളിൽ അഭിനയിച്ചിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ആ പാട്ട്. പക്ഷേ ഇന്നും ആ പാട്ട് അന്വർത്ഥമാണ്. കാലം കഴിയുമ്പോൾ ചില വാക്കുകളൊക്കെ ഭാഷയിൽ നിന്ന്, നിഘണ്ടുവിൽ നിന്ന് എടുത്തു പോകണം. വെളിക്കിരിക്കുക മലയാളത്തിൻ്റെ നിഘണ്ടുവിലുള്ളൊരു വാക്കാണ്. ഉത്തരേന്ത്യയിൽ ആ വാക്ക് ഇപ്പോഴും വളരെ പ്രസക്തമാണ്. പക്ഷേ കേരളത്തിൻ്റെ മലയാള ഭാഷാ നിഘണ്ടുവിൽ നിന്ന് ആ വാക്ക് എടുത്തുപോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എടുത്തു പോകണം. വീട്ടിൽ ശുചി ചെയ്യാൻ, ശൗചം ചെയ്യാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് മലമൂത്ര വിസർജനത്തിനായി വളരെ ദൂരേക്ക് ആളുകൾ പോയിരുന്ന ഒരു കാലത്തെ സൂചിപ്പിക്കുന്ന വാക്കാണത്. ഉത്തരേന്ത്യയിൽ ഈ വാക്കിന് ചൂഷണത്തിൻ്റെ ഒരു തലം കൂടിയുണ്ട്. ഉത്തരേന്ത്യയിലെ ദളിത് പെൺകുട്ടികൾ പലപ്പോഴും വേട്ടയാടപ്പെട്ടതും മാനഭംഗം ചെയ്യപ്പെട്ടതും അവർ പുലർകാലത്ത് വെളിക്കിരിക്കാൻ പോകുമ്പോഴാണ്. ഇരുട്ട് വെള്ള കയറുന്നതിന് മുമ്പ് വേണം പുറത്തു പോയിട്ട് കൃത്യം നിർവഹിക്കാൻ. ഈ വക പ്രശ്നങ്ങളിൽ ഇപ്പോഴും നാം ഒരുപാട് പരാധീനതകളെ അനുഭവിക്കുന്നുണ്ട്. അപ്പോഴാണ് ആ കുട്ടികളുടെ വാക്ക് നമ്മൾ കുടുംബവേദിയുടെ തിരശ്ശീലയിൽ അല്പം മുമ്പ് മുഴങ്ങിക്കേട്ടത്. വീടില്ലാതിനും അവർ പുതിയ വീട്ടിലേക്ക് അവർ പ്രവേശിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ, അവരുടെ അച്ഛനമ്മമാരുടെ മുഖത്തുള്ള സായുജ്യം, അതിൻ്റെ പേരാണ് മനുഷ്യത്വം. ആ മനുഷ്യത്വം കൊണ്ട് തന്നെ കുടുംബവേദി ഇന്നത്തെ ലോകത്തിന് ആവശ്യമായ ഔഷധം പ്രദാനം ചെയ്യുന്ന പ്രസ്ഥാനമായി വളർന്ന് വികസിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ കുറഞ്ഞ കാലത്തേക്ക് ആയുസുള്ളൂ. വളരെ കുറഞ്ഞ കാലമാണ് ആയുസ്. ഉള്ള കാലം നന്മ ചെയ്ത് പ്രവർത്തിച്ച് ഈ ലോകത്തുനിന്ന് പോകണം. എല്ലാവരും ഇത് മനസ്സിലാക്കിയാൽ ഈ ലോകത്ത് ഒരുപാട് കുഴപ്പങ്ങൾക്ക് അവസാനമായി തീരും. ഹിന്ദി ഭാഷയിലെ ഒരു കവിതയുണ്ട്. ഉംർ ദറാസ് മാങ് കെ ലായി തീ 4 ദിൻ. ദീർഘായുസ് ചോദിച്ചിട്ട് ദൈവത്തിൽ നിന്നൊരു 4 ദിവസം കിട്ടി. ദീർഘായുസ് ചോദിച്ച് ദൈവത്തോട് അർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 4 ദിവസം കിട്ടി. 4 ദിൻ. 2 ദിൻ ആർസുവോ മേ കട്ട് ഗയേ. അതിലെ 2 ദിവസം മോഹങ്ങളിൽ കുടുങ്ങിപ്പോയി. ഔർ 2 ദിൻ ഇന്തിസാർ മേ. ബാക്കിയുള്ള 2 ദിവസം കാത്തിരിപ്പിലും. ഇത്രയുള്ള ജീവിതം. 2 ദിവസം മോഹിച്ചു, 2 ദിവസം കാത്തിരുന്നു. കാത്തിരിപ്പ് കവിതയിലും സാഹിത്യത്തിലും വലിയ വിഷയമാണ്. MTയുടെ മഞ്ഞ് എന്ന നോവൽ ഉണ്ടായത് കാത്തിരിപ്പ് എന്ന ഒറ്റ ആശയത്തെ പുരസ്കരിച്ചുകൊണ്ടാണ്. അതിമനോഹരമായ ഒരു നോവൽ കാവ്യം. അതിനെ നോവൽ എന്ന് വിളിച്ചാൽ പോരാ, നോവൽ കാവ്യം. അതിൻ്റെ ഭാഷ, MTയുടെ മഞ്ഞിൻ്റെ മലയാള ഭാഷ, അതുവരെ പരിചയമില്ലാത്ത ഒരു പുതിയ മലയാളമാണ് MT മഞ്ഞ് എന്ന നോവലിലൂടെ മലയാള ഭാഷയ്ക്ക് നൽകിയത്. അതിനെ കവിത എന്നേ വിളിക്കാൻ കഴിയൂ, ഗദ്യമെന്ന് വിളിക്കാൻ സാധിക്കില്ല. വലിയൊരു കവി സന്നിഹിതനായിട്ടുള്ള വേദിയാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ആകെ 4 ദിവസമുള്ള ആയുസ് എന്ന് മനസ്സിലാക്കിയാൽ മതി. അത് തല്ലാനാകരുത്, തലോടാനാകണം എന്നാണ് കുടുംബവേദി നൽകുന്ന സന്ദേശം. ദൈവം നമുക്ക് കൈകൾ നൽകിയത് തല്ലാനല്ല, തലോടാനാണ്. അത് മനസ്സിലാക്കിയാൽ മതി. ഞാനിന്നൊരു ഉച്ചയ്ക്ക് ശേഷമാണ് ഇവിടെ എത്തിയത്. എൻ്റെ കയ്യിലൊരു പുസ്തകം വന്നു പെട്ടു. അത് പറയാൻ ബഹുമാനപ്പെട്ട സദസ്സ് എന്നെ സദയം അനുവദിക്കണം. ഞാൻ ഇന്നിവിടെ ഒന്നും പ്രസംഗിക്കുന്നില്ല എന്ന് വെക്കുക.
ആ പുസ്തകത്തെപ്പറ്റി മാത്രം 4 വാക്ക് പറഞ്ഞു പോയാൽ തന്നെ ഞാനിവിടെ വന്നതിൻ്റെ എൻ്റെ ഉദ്ദേശം, എന്നെപ്പോലുള്ളൊരു എളിയ മനുഷ്യനെ ക്ഷണിച്ചു വരുത്തിയതിൻ്റെ ഉദ്ദേശ്യം സഫലമാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്യാവശ്യം വലിയൊരു ലൈബ്രറി ഉള്ള ഒരാളാണ് ഞാൻ. എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്, മലയാളക്കരയിലൊരു വ്യക്തിയുടെ ഏറ്റവും വലിയ ലൈബ്രറി എൻ്റേതാകുമോ എന്ന്. ആയിരിക്കാം, അല്ലായിരിക്കാം. 10,000-കണക്കിന് പുസ്തകങ്ങൾ എൻ്റെ ലൈബ്രറിയിലുണ്ട്, വിവിധ ഭാഷകളിൽ, വിവിധ വിഷയങ്ങളിൽ. ഞാൻ എൻ്റെ ജീവിതത്തിൽ നേടിയ ഏറ്റവും വലിയ സമ്പാദ്യം എൻ്റെ ഗ്രന്ഥാലയമാണ്. ഞാൻ മറ്റൊന്നും പൊതുരംഗത്തോ അല്ലാത്തപ്പോൾ ഒന്നിനും ചിന്തിച്ചിട്ടില്ല. കച്ചവടമോ പരിപാടിയോ ഒരു പരിപാടി എനിക്കില്ല. ആകെ ഉള്ളത് എൻ്റെ ലൈബ്രറിയാണ്. എല്ലാ ദിവസവും രാത്രി മടങ്ങി വന്നാൽ യോഗങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ എല്ലാം ഒന്ന് കുളിച്ച് എൻ്റെ ലൈബ്രറിയിലേക്ക് ഊളിയിടും. ഇതാണ് എൻ്റെ ജീവിതം. അങ്ങനെയുള്ള ഞാനൊരു പുസ്തകം കണ്ടപ്പോൾ, പുസ്തകം വളരെ സെലക്റ്റീവായിട്ട് വായിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാ പുസ്തകവും വായിക്കാൻ സമയം കിട്ടുമല്ലോ ആർക്കും. പക്ഷേ ഈ പുസ്തകം വാതിലടച്ചിരുന്നാണ് ഞാൻ വായിച്ചത്. ഞാൻ ഇവിടെ ഇരുന്ന ഹോട്ടലിൽ. ആ പുസ്തകം എന്നെ വികാരാധീനനാക്കി. ഞാൻ ആരും കാണാതെ ആ പുസ്തകം വായിച്ചിരുന്ന് പല സമയത്തും എൻ്റെ കണ്ണ് നിറഞ്ഞ് ഞാൻ കരഞ്ഞു. ഞാൻ എന്നെ ഓർത്തു, ഞാൻ എൻ്റെ ബഹുമാന്യ പിതാവിനെ ഓർത്തു, എൻ്റെ ഉമ്മയെ ഓർത്തു, ഉപ്പയെ ഓർത്തു, എൻ്റെ കുഞ്ഞുനാളിലെ ജീവിതം ഓർത്തു. ഈ പുസ്തകത്തിൻ്റെ പേര് ഹരികഥ എന്നാണ്. ഈ പുസ്തകത്തിൻ്റെ ആദ്യത്തെ പേജിൽ ഞാനിവിടെ വന്നപ്പോൾ പ്രിയപ്പെട്ട പ്രശാന്ത്, എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച പ്രശാന്ത് എൻ്റെ കയ്യിലൊരു പുസ്തകം തന്നു. അതിത്ര ഗൗരവപ്പെട്ട ഒരു വായനയായിരിക്കുമെന്ന്, ഇത്ര സീരിയസ് റീഡിങ് ഞാൻ സ്വപ്നേബി വിചാരിച്ചില്ല. അത് ശ്രീ കുടുംബവേദിയുടെ ചെയർമാനായ, ഇതിൻ്റെ പിന്നിലെ വലിയ പ്രചോദനമായി ശ്രീ ഹരികുമാറിൻ്റെ ഒരു പുസ്തകമാണ് എന്ന് എനിക്കറിയാമായിരുന്നു. അത്ര ഗൗരവമുള്ള ഒരു പുസ്തകം എന്നതിനെപ്പറ്റി വിചാരിച്ചില്ല. പക്ഷെ പുസ്തകം മറിച്ചപ്പോൾ അതിൻ്റെ ആദ്യത്തിൽ അവതാരികയുടെ, ശ്രീ ജയകുമാർ സാറിൻ്റെ അവതാരികയുടെ തൊട്ട് മുമ്പ് എഴുതിയിട്ടുള്ള വരികൾ ഇപ്രകാരമാണ്. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വായിച്ചതാണ്. വാക്കിലൊരു പക്ഷേ ചെറിയ മാറ്റം ഉണ്ടാവാം, കാര്യമായ മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല. അതിങ്ങനെയാണ് തുടങ്ങുന്നത്: ജീവിതത്തിലെ എല്ലാ അധ്യായങ്ങളിലും അച്ഛനാണ് വിളക്കുമാടം. ഇത്രയും കേൾക്കുമ്പോഴേക്ക് കയ്യും കാലും കുഴഞ്ഞു പോകുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ വന്യപിതാവാണ് എൻ്റെ എല്ലാം. എൻ്റെ വന്യപിതാവ് പണ്ഡിതനായിരുന്നു, സാത്വികനായിരുന്നു. ഈ പറഞ്ഞ ഈ സംസ്കൃതം, ഹിന്ദി, ഉറുദു, അറബി ഇതൊക്കെ പഠിപ്പിക്കാൻ എന്നെ സജ്ജനാക്കിയത് എൻ്റെ പിതാവാണ്. സംസ്കൃതം പഠിക്കാൻ എൻ്റെ നാട്ടിലെ കുഞ്ചു നമ്പൂതിരി എന്ന ഗുരുനാഥൻ്റെ അടുക്കലേക്ക് എന്നെ പറഞ്ഞയക്കുന്നത്, ഞാൻ ഒരു കോട്ടക്കൽക്കാരനാണ്. ആര്യവൈദ്യശാലയൊക്കെയുള്ള കോട്ടക്കൽ. ആര്യവൈദ്യശാലയുടെ കഷായത്തിൻ്റെ മണം അത് ശ്വസിച്ചിട്ടാണ് എൻ്റെ ബാല്യകാലം. ഞങ്ങളുടെ നാട്ടിലൊരു പഴയ മനയിൽ പോയിട്ടാണ് ഞാൻ സംസ്കൃതം പഠിക്കുന്നത്. നമ്പൂതിരിയാണ്, കുഞ്ചു നമ്പൂതിരിയാണ് എൻ്റെ ഗുരുനാഥൻ. ഇതിനൊക്കെ എന്നെ സജ്ജനാക്കിയത് എൻ്റെ വന്യപിതാവാണ്. എൻ്റെ വന്യപിതാവാണ് എന്നെ. ഞാൻ പിന്നീട് പാർലമെൻറ്റ് പോകുന്നോ, ഞാൻ ഈ കഴിഞ്ഞ സെഷനിൽ ഹിന്ദിയിൽ അല്പം സംസാരിച്ചു ലോക്സഭയിൽ. അത് ചെയറിൽ നിന്നും ഒക്കെ വലിയ അനുമോദനങ്ങളോ അഭിനന്ദനങ്ങളൊക്കെ പലരും പറഞ്ഞു. മന്ത്രിയൊക്കെ എഴുന്നേറ്റെന്ന് പ്രതികരിച്ചു. കേരളത്തിൽ വന്നിട്ട് ഹിന്ദിയിൽ സംസാരിച്ചതിൽ സന്തോഷമൊക്കെ പറഞ്ഞു. എൻ്റെ ഉപ്പ എന്നെ ചെറുപ്പത്തിൽ വീട്ടിൻ്റെ വരാന്തയിൽ ഇരുന്ന് ഹിന്ദി പഠിപ്പിക്കുമ്പോൾ, ഉറുദു പഠിപ്പിക്കുമ്പോൾ ഞാനിങ്ങനെ ഉത്തരേന്ത്യയിൽ പോകുന്നോ MP ആവുന്നോ ഒന്നും ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരിക്കില്ല ആ സാധു മനുഷ്യൻ. പിതാവ് എന്താണ് എന്ന് നന്നായിട്ട് മനസ്സിലാക്കിയ ഒരാളെ കയ്യിൽ ഈ പുസ്തകം കൈവന്നത് ഒരു ദൈവനിയോഗമാണ്. ജീവിതത്തിലെ എല്ലാ അധ്യായങ്ങളിലും അച്ഛനാണ് വിളക്കുമാടം. അച്ഛൻ്റെ നിശ്ചയദാർഢ്യവും അച്ഛൻ്റെ നിരന്തരമായ അധ്യയനങ്ങളുമാണ്. അടുത്ത വാചകം: ഒരു വ്യവസായി എന്ന നിലയിൽ എൻ്റെ നേട്ടങ്ങളുടെ മുഴുവൻ നെടും തൂൺ. അങ്ങനെയാണ് ഹരി എഴുതിയിട്ടുള്ളത്. അവിടെ വ്യവസായി എന്നതിൽ ഞാൻ ഒന്ന് തിരുത്തും.
എൻ്റെ വക തിരുത്താണ്, ചെറിയ തിരുത്ത്. ഹരി സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഒരു മനുഷ്യൻ എന്ന നിലയിൽ എന്ന് ഞാൻ ചേർക്കും. ഹരിയും അത് തന്നെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഹരി അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. വ്യവസായി എന്ന് പറയുമ്പോൾ ഒരുപാട് മനുഷ്യന്മാരുടെ സഹായിക്കുന്ന വ്യവസായിയാണ് അദ്ദേഹം. അടുത്ത വാചകം, ഇത് ജീവിതത്തിൻ്റെ വിജയപരാജയങ്ങളുടെ കണക്ക് കൂട്ടലല്ല. നിങ്ങളൊരു കാര്യം സമ്മതിക്കണം, ഞാനിന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു തവണ ഈ പുസ്തകം കണ്ടിട്ടുള്ളൂ. എൻ്റെ മനസ്സിൽ എങ്ങനെ ഈ വാചകങ്ങൾ ഇങ്ങനെ ചേക്കേറി എന്ന് നിർബന്ധമായിട്ട് നിങ്ങൾ ആലോചിക്കണം പ്രിയപ്പെട്ടവരെ. ഞാൻ മനഃപ്പാഠമായിട്ടാണ് പറയുന്നത്, ഞാനിത് പകർത്തി എഴുതിയിട്ടില്ല. ഇത് ജീവിതത്തിൻ്റെ വിജയപരാജയങ്ങളുടെ കണക്ക് കൂട്ടലുകളല്ല. അടുത്ത വാചകം, അമ്മയുടെ ചേർത്ത് പിടിക്കലുകളും അച്ഛൻ്റെ നിരന്തരമായ അധ്യയനങ്ങളും അതിനുള്ള ഹൃദയംഗമമായ ആദരാഞ്ജലിയാണിത്. ഇങ്ങനെയൊക്കെ ഒരു മകന് അച്ഛനമ്മമാരെ പറ്റി തൻ്റെ ഏത് പ്രായത്തിലും തോന്നുന്നുവെങ്കിൽ ആ മക്കൾ തന്നെയാണ് പുണ്യം ചെയ്ത മക്കൾ. ആ മക്കളെ ഈ ഭൂമുഖത്തേക്ക് കൊണ്ടുവന്ന അച്ഛനമ്മമാരാണ് യഥാർത്ഥ സുഹൃതത്തിൻ്റെ ശില്പികൾ. ഞാൻ ഇന്നത്തെ ഈ സദസ്സും ഈ പുണ്യങ്ങളും ഇതിൽ പലരും സഹായിച്ചിട്ടുണ്ട്. കുടുംബവേദി എല്ലാവരും അടങ്ങിയതാണെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. ഇത് ശ്രീ ഹരിയുടെ ഒരു സുഹൃൽ വലയത്തിൻ്റെ മാനവത്വമാണ്, അവരുടെ മനുഷ്യ സ്നേഹമാണ്. പക്ഷേ ഞാൻ ഈ ചടങ്ങും ഈ നന്മകളും മുഴുവൻ ആ അച്ഛനമ്മമാരുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കാനാണ് ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. അച്ഛൻ്റെ അമ്മയുടെയും ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം കൊടുത്തിട്ടുണ്ട്. നല്ല തിളക്കമുള്ള തേജസ്സുറ്റ മുഖങ്ങളാണ്. ഞാൻ എൻ്റെ സ്റ്റാഫിനെ പോലും മാറ്റി നിർത്തി ഒരുപാട് മണിക്കൂർ ഈ പുസ്തകവുമായിട്ട് മല്ലിട്ട്. എനിക്ക് അവരോട് പലതും പറയാനുണ്ടായിരുന്നു. ഞാൻ മറ്റൊന്നും ആലോചിച്ചില്ല. ഈ പുസ്തകം എന്നെ എങ്ങോട്ടോ കൊണ്ടുപോയി. തീർന്നില്ല. അടുത്ത വാചകം, ഈ പുസ്തകത്തിൻ്റെ മുഖവുര എന്ന് പറയാൻ ഒരു പേജേ ഉള്ളൂ. അതിമനോഹരമായ ഭാഷയുമാണ്. എൻ്റെ ഗുരുനാഥനായിരുന്നു MGS സാർ, അടുത്ത് നിര്യാണം പ്രാപിച്ച ചരിത്ര പണ്ഡിതൻ. എൻ്റെ എളിയ പ്രസംഗത്തിന് ചില വലിയ മഹത്തുക്കളൊക്കെ ചില വാക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. MT വലിയ വാക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. MGS പറയും, മലയാള ഭാഷയുടെ കാമുകനായ എനിക്ക് സമദാനിയുടെ പ്രസംഗം ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ പറയാം. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നാറുണ്ട്. ഞാനതിന് അർഹനായതുകൊണ്ടല്ല, പറയുന്ന വലിയ ആളുകളായതുകൊണ്ട്. അതുകൊണ്ട് ഈ മലയാളം ഞാനത് ഓർത്തു. മലയാള ഭാഷയുടെ കാമുകനായ ഞാൻ എന്ന് MGS പറയുന്നത് എനിക്കും ശരിയാണ്. നല്ല മലയാളം ആരെയാണ് വശീകരിക്കാത്തത്? ഞാൻ ജയകുമാർ സാറിനെ പറ്റി ആലോചിക്കുമ്പോൾ ഗഗനനീലിമ മിഴിയിലെഴുതിയ കുസുമ ചാരുതയോ നിവൃത്തിയില്ല. അതിൻ്റെ മുമ്പിൽ എൻ്റെ ജീവിതം ഞാൻ ദണ്ഡം ചെയ്തു. ഇതൊക്കെയാണ് കവിത, ഇതാണ് ഭാഷ. ഇന്ന് പാട്ടുണ്ടോ? ആർക്ക് വേണം പാട്ട്? ഇന്ന് വയലൻസ് മതി. വയലൻസ് ഉള്ളിടത്ത് മ്യൂസിക് വരില്ല. ഇന്നത്തെ പുതിയ സിനിമ എനിക്ക് അറിഞ്ഞൂടാ. എന്നോട് സിനിമയിൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പഴയ സംവിധായകരും പുതിയ സംവിധായകരും ഒക്കെ ഉണ്ട്. അതിലൊരാൾ എന്നോട് പറഞ്ഞു, അടുത്തിറങ്ങിയൊരു സിനിമയുടെ സംഗീത സംവിധായകനായ വളരെ പ്രതിഭാശാലിയായ നല്ലൊരു സംഗീതജ്ഞനാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, മ്യൂസിക് ഒന്ന് അഗ്രസീവ് ആക്കണം. എങ്ങനെയാണ് ആ പണി? മ്യൂസിക് എങ്ങനെയാണ് അഗ്രസീവ് ആവുക? എല്ലാം അഗ്രസീവ് ആക്കുകയാണ്. ഓമനക്കുട്ടി ടീച്ചർ മാപ്പാക്കണം. ഞാനിതിവിടെ പറഞ്ഞതിന് ഓമനക്കുട്ടി ടീച്ചർ എനിക്ക് മാപ്പ് തരണം. കാരണം അഗ്രഷൻ എന്ന വാക്ക് ഒരിക്കലും ചേരുന്ന സംഗതിയല്ല സംഗീതം പ്രവാഹമാണ്, പ്രശാന്തിയുടെ പ്രവാഹമാണ്. സംഗീതം സാന്ത്വനമാണ്. സംഗീതം തലോടലാണ്. സംഗീതം ഇടിമുഴക്കമല്ല. സംഗീതം കുളിർകാറ്റിൻ്റെ തൂവൽ സ്പർശമാണ്.
ചിലപ്പോൾ ഇടിമുഴക്കുള്ള സംഗീതം ഉണ്ടായേക്കും, അതും സൃഷ്ടിക്കുന്ന തൂവൽ സ്പർശമാണ്. അപ്പം അങ്ങനെയുള്ള മലയാളത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. മനോഹരമായ മലയാളമാണ്, ഉള്ളുണർത്തുന്ന മലയാളമാണ്. അടുത്ത വാചകം, അമ്മയെ പ്രിയതമമാക്കാൻ ശീലിച്ച മകനായും. ഇതൊക്കെ ഞാനിവിടെ എന്നെ നിയന്ത്രിച്ചുകൊണ്ടാണ്. ഇതൊക്കെ വായിച്ചപ്പോൾ ഞാൻ കരയായിരുന്നു എൻ്റെ മുറിയിലിരുന്നിട്ട്. നിങ്ങൾ എന്നെ വിശ്വസിക്കുമല്ലോ, ഞാൻ ഉള്ളിലുള്ളത് മാത്രം പറയുന്ന ആളാണ്. ഞാൻ ഭംഗിവാക്കി പറയാറില്ല, ഞാൻ വളച്ചു കെട്ടി പറയാറില്ല, ഒന്നും കപടമായി സംസാരിക്കാറില്ല. കവിയാകട്ടെ, പ്രഭാഷകനാകട്ടെ, ആരാകട്ടെ, ദിൽ സെ ജോ ബാത് നികൽത്തി ഹൈ വോ അസർ രഖ്തി ഹൈ, പുർ നഹീ താഖത്തെ പർവാസ് മഗർ രഖ്തി ഹൈ. ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്കിന് ചിറകില്ലെങ്കിലും അതിന് പറക്കാനുള്ള ശക്തിയുണ്ട് എന്ന് പറഞ്ഞ മഹാകവിയോട് ചേർന്ന് നിൽക്കുന്ന ആളാണ് ഞാൻ. വാക്ക് ഹൃദയത്തിൽ നിന്ന് വരണം. ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. അമ്മയെ പ്രിയതമമാക്കാൻ ശീലിച്ച മകനായും മക്കളുടെ നിമിഷങ്ങളെ കൊത്തിയെടുക്കുന്ന പിതാവായും. മക്കളുടെ നിമിഷങ്ങളെ കൊത്തിയെടുക്കുക. ഹരിക്ക് 2 പെൺമക്കളാണുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊക്കെയാണ് ധ്യാനം. കലയിലൂടെയും നിങ്ങൾക്ക് ധ്യാനമാവാം, അച്ഛനിലൂടെയും ധ്യാനമാവാം. ചാന്ദ്യോഗോപനിഷത്തിലെ 6-ാം ഖണ്ഡത്തിലെ ഒരു പ്രാർത്ഥനയുണ്ട്. പർവ്വതങ്ങൾ ധ്യാനം ചെയ്യുന്നു, പൃഥ്വി ധ്യാനം ചെയ്യുന്നു, ദ്യോവ് ധ്യാനം ചെയ്യുന്നു, വൃക്ഷങ്ങൾക്കും ധ്യാനമുണ്ട്. വിവേകശാലിയായ മനുഷ്യ, നീയും ധ്യാനത്തിലേക്ക് വാ. ധ്യാനം എന്ന് പറഞ്ഞാൽ ഒരു മൂലക്ക് പോയി ഇരിക്കലല്ല, കാട്ടുപോയിട്ട് ഒളിക്കലല്ല. ധ്യാനം മനസ്സിൻ്റെ ഒരു പക്വമായ ഭാവമാണ്, സമാധാനത്തിൻ്റെ ഒരു പ്രാപ്തിയാണ്, സാർത്ഥകമായ ഒരു നിമിഷമാണ്, മുക്തിയുടെ ഒരു മുഹൂർത്തമാണ്. അത്രയേ ഉള്ളൂ ധ്യാനം. ഏത് തിരക്കിനിടയിലും ധ്യാനമാവാം. ഇതിലൂടെ നിങ്ങൾക്ക് ധ്യാനിക്കാം. മക്കളുടെ നിമിഷങ്ങളെ കൊത്തിയെടുക്കുന്ന അച്ഛനാകാനും. അച്ഛൻ പോയിട്ടാണ് അമ്മ മരിക്കണത്, ഹരിയുടെ. അപ്പോൾ അച്ഛന് ശേഷം അമ്മ കുറേ കാലം ജീവിച്ചിരുന്നു. അപ്പോൾ അമ്മയെ എങ്ങനെ നോക്കണമെന്ന് അച്ഛൻ പഠിപ്പിച്ചതിനെക്കുറിച്ചാണ് ഈ പറയണത്. അമ്മയെ പ്രിയതമമാക്കാൻ ശീലിച്ച മകനായും മക്കളുടെ നിമിഷങ്ങൾ കൊത്തിയെടുക്കുന്ന പിതാവായും കൊച്ചുമക്കളുടെ ജീവിതത്തിലേക്ക് ഊഷ്മളത കൊണ്ടുവരുന്ന മുത്തച്ഛനായും ഒക്കെ എന്നെ ജീവിക്കാൻ പഠിപ്പിച്ചത് എൻ്റെ അച്ഛനാണ്. അവസാനം അദ്ദേഹം പറയുന്നത്, അച്ഛനെ അഭിസംബോധന ചെയ്യുകയാണ് ഇതിൽ ചെയ്യുന്നത്. ഇത് വായിച്ചപ്പോൾ ഒരു നേരം ഞാൻ സച്ചിൻ ടെണ്ടുൽക്കറെ ഓർത്തുപോയി. എനിക്ക് ക്രിക്കറ്റുമായിട്ട് കാര്യമായൊരു ബന്ധമില്ലാത്ത ആളാണ് ഞാൻ, സ്പോർട്സുമായിട്ടൊരു ബന്ധം എനിക്കില്ല. പക്ഷെ ഒരിക്കൽ മാതൃഭൂമിയിൽ സച്ചിൻ വലിയൊരു ബഹുമതി നേടിയപ്പോൾ ഞാൻ മാതൃഭൂമിയിൽ സ്ഥിരം ഒരു കോളം ചെയ്തിരുന്നു, മാതൃഭൂമി ദിനപത്രത്തിൽ, ഒരു 2-3 വർഷക്കാലം. ആ സമയത്ത് സച്ചിനെ പറ്റി എഴുതി. അപ്പം ഞാനതിന് കൊടുത്ത ശീർഷകം അച്ഛൻ്റെ മകൻ സച്ചിൻ എന്നാണ്. ഈ സച്ചിൻ എന്തെങ്കിലും ഇന്നിങ്സ് നേടിയിട്ട് ക്രിക്കറ്റിൽ മത്സരത്തിൽ വിജയിച്ചാൽ ഉടനെ അദ്ദേഹം ചെയ്യുന്ന പണി ആകാശത്തേക്ക് നോക്കുന്നതാണ്. ഈ സച്ചിൻ ഉയരം കുറഞ്ഞൊരു മനുഷ്യനാണ്. ഇദ്ദേഹം ഈ പന്ത് കയ്യിലെടുക്കുന്ന രീതിയൊക്കെ വളരെ അത്ഭുതകരമാണ്. ഉയരല്ല, പന്ത് കയ്യിലെടുത്തിട്ട് ബോഡി പിറകോട്ട് കാല് വെച്ചിട്ടാണ് ഇദ്ദേഹം ഈ വിജയങ്ങളൊക്കെ നേടിയത്. അങ്ങനെ അത്ഭുതകരമായ വിജയങ്ങൾ നേടുമ്പോൾ ആകാശത്തേക്ക് നോക്കിയിട്ട് ആകാശത്തെ വന്ദിക്കും. ആകാശത്ത് ആ സമയത്ത് തൻ്റെ അച്ഛൻ്റെ രൂപം തെളിയുന്നത് സച്ചിൻ കാണുന്നതാണ്. എടോ, ഇതൊക്കെയാണ് ജീവിതം. ഇതൊക്കെ ആരാ നിനക്ക് പറഞ്ഞു തരേണ്ടത്? നിന്റെ പാഠപുസ്തകമോ, നിന്റെ ഈ തൊലഞ്ഞ വിദ്യാഭ്യാസമോ, 4 കാശിന് കൊള്ളാത്ത വിദ്യാഭ്യാസം?
അങ്ങാടിയിലെ മത്തി പൊതിയുന്ന കടലാസിൻ്റെ വില പോലുമില്ലാത്ത ബിരുദ സർട്ടിഫിക്കറ്റുകളുടെ കൂമ്പാരങ്ങൾക്കിടയിൽ ജീവിക്കുന്നവൻ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് MLA, അവരെ ഒന്ന് ശ്രദ്ധിക്കണേ. സാരില്ല, ആരെങ്കിലും ശ്രദ്ധിച്ചാൽ മതി. വെള്ളം കൊടുക്കണം പെട്ടെന്ന്. സാരല്ല, പോകേണ്ട ഒരു 4-5 ആൾ പോയാൽ മതി. എല്ലാവരും കൂടി പോകണ്ട. എല്ലാവരും കൂടി പോയാൽ അവർക്ക് ബുദ്ധിമുട്ടാവും, ശ്വാസം മുട്ടും. പ്രിയപ്പെട്ടവരെ, മതി. അത് അവർ ശ്രദ്ധിച്ചോളൂ, അവർ ശ്രദ്ധിച്ചോളൂ. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ഒന്നുമില്ലല്ലോ. ശരി, ആശ്വാസപ്പെടട്ടെ. അധ്യക്ഷൻ, ഇവിടെ ഒരു മകൻ അമ്മയോട് ചെയ്തത്, അടുത്ത കാലത്ത് കേരളത്തിൽ അങ്ങനെയുള്ള പല സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ സംഭവങ്ങൾ അവിടെ ഇരിക്കട്ടെ. ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ പറഞ്ഞയച്ച മകൻ, ആ മകൻ നാട്ടിൽ വന്നിട്ടൊരു കത്തി വാങ്ങാണ്. കത്തി വാങ്ങിയിട്ട് അമ്മയുടെ ജീവനെടുക്കുന്നു എന്നുള്ള വിഷയം അവിടെ ഇരിക്കട്ടെ. അവൻ പറഞ്ഞ വാക്ക് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഇവിടെ ഉദ്ധരിക്കുകയുണ്ടായി. ആ വാക്കുകളിൽ നാം മാറുന്ന സമൂഹത്തിൻ്റെ ശബ്ദം കേൾക്കണം. സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏതോ ഒരു തരം അരാജകത്വം, മൂല്യനിരാസത്തിൻ്റെ അരാജകത്വം. ഞാൻ ബഹുമാനപ്പെട്ട കവികളും എഴുത്തുകാരും അധ്യാപകരും ഒക്കെ സന്നിഹിതരായ വേദിയായതുകൊണ്ട് പ്രത്യേകം ഊന്നി പറയുകയാണ്. ഒരു തരം മൂല്യങ്ങളുടെ അരാജകത്വം നമ്മുടെ നാട്ടിലേക്കും കടന്നു വരുന്നത് നമുക്ക് കാണാതിരുന്നുകൂടാ. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് രാസലഹരി എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന പുതിയ രീതിയിലുള്ള ചില പ്രയോഗങ്ങൾ. അതൊക്കെ സമൂഹത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ സംഘടനയ്ക്ക് കൊടുത്തിട്ടുള്ള പേര് വളരെ അർത്ഥവത്തായ പേരാണ്. വേറെ ഏത് പേര് നിങ്ങൾക്കിടാമായിരുന്നു അമ്പലപ്പുഴയിലെ ഒരു സാംസ്കാരിക വേദിക്ക്. പക്ഷെ നിങ്ങൾ നൽകിയ പേര് കുടുംബവേദി എന്നാണ്. കുടുംബവേദി എന്നാണ്. കുടുംബം തന്നെയാണ് തകർക്കപ്പെടുന്നത്. കുടുംബത്തെ തന്നെയാണ് നാമാവശേഷമാക്കുന്നത്. കുടുംബത്തെ ഇല്ലാതെയാക്കാനാണ് ഇന്ന് പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. അതിനെതിരെ ജാഗ്രത പാലിക്കാൻ തീർച്ചയായും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കുടുംബമാണ് അസ്ഥിവാരം. കുടുംബം അസ്ഥിവാരമാണെങ്കിൽ ആ കുടുംബത്തെ നിലനിർത്തുന്നത് പാവപ്പെട്ട അച്ഛനാണ്, പാവപ്പെട്ട അമ്മയാണ്. അവരില്ലാതെ കുടുംബം ഒരിക്കലും ഉണ്ടായിത്തീരുന്നില്ല. കുടുംബത്തിന് അസ്ഥിവാരമിടുന്നത് അവരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരിലേക്ക് തിരിച്ചെത്താനുള്ള സംവിധാനം ഉണ്ടാകണം. ഇന്നിപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് ഏത് വിദ്യാഭ്യാസത്തിലാണ് സമൂഹത്തെ കൊണ്ടുപോയത്? ആ വിദ്യാഭ്യാസത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത അതെല്ലാ വാല്യൂസിനെയും നിഷേധിക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, 2-3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജപ്പാൻ ലോകത്തിലെ 3ാമത്തെ വൻശക്തിയാണ്. 3rd ലാർജസ്റ്റ് എക്കോണമി. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ്ഘടനയിൽ 3ാം സ്ഥാനമാണ് ജപ്പാൻ്റെ സ്ഥാനം. ഈ ജപ്പാനിലെ 2 കാര്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. വളരെ പെട്ടെന്ന് പറഞ്ഞു പോവാം. 1, ജപ്പാനിലെ മനുഷ്യർ എല്ലാ ഞായറാഴ്ചകളിലും സിനിമാ നടിമാരെ വാടകയ്ക്കെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് കേൾക്കുമ്പോഴേക്ക് അനാവശ്യമായിട്ടൊന്നും ചിന്തിച്ചു പോണ്ട. സിനിമാ നടിമാരെ വാടകയ്ക്കെടുക്കുന്ന ഒരു നല്ല കാര്യത്തിനാണ്. ഞായറാഴ്ചകളിൽ അവർ വീട്ടിൽ വന്ന് വൃദ്ധ മാതാപിതാക്കളോട് ഹലോ ഹൗ ആർ യു എന്ന് പറഞ്ഞു പോകും. അല്പസമയം വൃദ്ധ മാതാപിതാക്കളുടെ കൂടെ അവർ ചെലവഴിക്കും. മക്കൾ അടുത്തു നോക്കുകയില്ല. മക്കൾ ഒരിക്കലും മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കുകയില്ല. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നടന്മാരല്ലല്ലോ അതിനൊക്കെ പറ്റുക. നമ്മൾ എന്തുകൊണ്ടാണ് വിമാനത്തിൽ എയർ ഹോസ്റ്റസുമാർ ആ ജോലി ചെയ്യാൻ കൂടുതൽ സാധിക്കുക? പെൺകുട്ടികൾക്കാണ്, സഹോദരിമാർക്കാണ്, സ്ത്രീകൾക്കാണ്. എന്ന പോലെ
ഒരു നടി, ഒരു സ്ത്രീ, ഒരു സഹോദരി. ബാക്കിയുള്ള ദിവസക്കാർക്ക് ഷൂട്ടിംഗ് ആയിരിക്കും. ഞായറാഴ്ച അവർക്ക് ഹോളിഡേ ആണ്. അവരുമായിട്ട് കരാർ ഒപ്പിടും. അടുത്ത സൺഡേ ഇന്ന വീട്ടിൽ അവർ വരും, വന്നിട്ട് ഹലോ ചോദിച്ചു പോകും. ഇതാണ് തേർഡ് ലാർജസ്റ്റ് എക്കോണമി. ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സമ്പദ്ഘടനയായ ജപ്പാൻ്റെ സ്ഥിതി. ജപ്പാനിലെ രണ്ടാമത്തെ ഒരു സംഗതി, ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ആര്യവൈദ്യ സ്ഥാപനത്തിൽ പോയപ്പോൾ ഒരു ജാപ്പനീസ് പെൺകുട്ടിയെ കണ്ടു. അവർ ആര്യവൈദ്യം പഠിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, അല്ല ജാപ്പാനിൽ ഇപ്പോഴും കോദോക്കുഷി ഉണ്ടോ എന്ന് ചോദിച്ചു. കോദോക്കുഷി എന്ന് പറഞ്ഞാൽ ജപ്പാനിലെ ഫ്ലാറ്റുകളിൽ മിക്ക ദിവസങ്ങളിലും അനാഥ മൃതദേഹങ്ങൾ കാണപ്പെടും എന്നാണ്. ആരും നോക്കാനില്ല. നമ്മളെ നാട്ടിലൊരു അനാഥ മൃതദേഹം കണ്ടാൽ വലിയ വാർത്തയാണ്, വലിയ വാർത്തയായിത്തീരും. കേരളം ഇപ്പം അങ്ങനെയൊക്കെ ആയി തുടങ്ങി. കേരളത്തിൽ വലിയ സിനിമാ നടൻ പ്രേം നസീറിൻ്റെ കാലം മുതൽ മലയാള സിനിമയിൽ വലിയ റോളുകൾ കൈകാര്യം ചെയ്തു പോന്ന അതിപ്രശസ്തനായ ഒരു നടൻ അടുത്ത കാലത്ത് മരണപ്പെട്ടതൊരു വൃദ്ധസദനത്തിൽ വെച്ചാണ്. അപ്പോൾ ഞാൻ ടി വിയിൽ കണ്ടുകൊണ്ടിരുന്നത് ഒരു ചിത്രം ഞാൻ വായിച്ചല്ലോ, ഒരു പുസ്തകത്തിൽ ഞാൻ ഇന്ന് കണ്ട എൻ്റെ ഹൃദയത്തെ പിടികൂടിയ ഒരു വായനാനുഭവം. ആ വായനാനുഭവം അതിൻ്റെ ഒരു തലം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുമായിട്ട് പങ്കുവെക്കുകയുണ്ടായി. ഞാൻ ഈ നടൻ മരിച്ചപ്പോൾ അവിചാരിതമായിട്ട് യാദൃച്ഛികമായിട്ട് ടി വിയിൽ കണ്ടത്, ടി വി ചാനലിൻ്റെ ആങ്കർ പറയാണ്, മക്കൾ വന്നിട്ടില്ല ചിതക്ക് തീ കൊളുത്താൻ. ചിതയിലേക്ക് എടുക്കുകയാണ് ദേഹം. മക്കൾ വരുമോ എന്ന് കാത്തിരിക്കുന്നു. മക്കളുണ്ട്, തിരിഞ്ഞു നോക്കുന്നില്ല. ഇത് ജപ്പാനിലെ കോദോക്കുഷി. പണവും സമ്പത്തും മാത്രം മതിയാകൂല ഒരു സ്ഥാപനത്തെ നിലനിർത്താൻ, ഒരു സമൂഹത്തെ നിലനിർത്താൻ. ഒരു സമൂഹം എപ്പോഴും നിലനിൽക്കുന്നത് ചില വാല്യൂസിൻ്റെ മുകളിൽ മാത്രമാണ്. അതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഇവിടെ വന്നിട്ടാണിത് പറയേണ്ട സ്ഥലം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണിത് പറയേണ്ടത്. അത് ഉണർത്താനാണ് നമുക്ക് മഹത്തുക്കൾ ഉണ്ടായത്. നമ്മുടെ പാരമ്പര്യം, നമ്മുടെ കല, നമ്മുടെ സംഗീതം, നമ്മുടെ ചലച്ചിത്രം, നമ്മുടെ നവോത്ഥാനത്തിലേക്ക് ഒഴുകി വന്ന ഒരു ചാലാണ് കേരളത്തെ സംബന്ധിച്ച് സിനിമ. ഈ മലയാള ചലച്ചിത്ര ഗാനങ്ങളുടെ ഒരു ചരിത്രം എടുത്തു നോക്കിയാൽ, ഒരു 10-70 കൊല്ലക്കാലത്തെ ചരിത്രം എടുത്തു നോക്കിയാൽ മലയാളികളുടെ ഒരു വളർച്ചയുടെ ചരിത്രം അതിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും. അത് വെറും സിനിമ പാട്ട് അല്ലെങ്കിൽ വെറും പ്രണയഗാനങ്ങൾ അങ്ങനെയൊന്നും പറയാൻ സാധിക്കില്ല. അതിലെല്ലാം ഉണ്ട്. പ്രണയമുണ്ട്, ജീവിതമുണ്ട്, ദുഃഖമുണ്ട്, തൊഴിലാളിയുണ്ട്, വിപ്ലവമുണ്ട്, മതമുണ്ട്, ഭക്തിയുണ്ട്, വർഗീയതയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ആശയങ്ങളുണ്ട്, പഠനങ്ങളുണ്ട്, ഉത്ബോധനങ്ങളുണ്ട്, ചാരുതയുണ്ട്, കലയുണ്ട്, കാൽപ്പനികതയുണ്ട്, റിയലിസമുണ്ട്. എല്ലാമുണ്ട് ഈ സിനിമാ പാട്ടിൻ്റെ ചരിത്രത്തിൽ. വയലാറിനെ പോലുള്ളവരോട് തുടങ്ങി എത്രയോ അടുത്ത കാലത്ത് നിര്യാണം പ്രാപിച്ച മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിന്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ കവിതകളുടെ പുസ്തകത്തിന് ഒരു അവതാരിക എഴുതണമെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അടുത്ത കാലത്ത് മങ്കൊമ്പ് നിര്യാണം പ്രാപിക്കുകയുണ്ടായത്. ഇന്ദ്രധനുസ് കൊണ്ട് ഇലക്കുറിയണിയും ഇന്ദീ വരതള നയനെ. അത്ഭുതം തോന്നും, ഇതൊക്കെ കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും. ഇന്ദ്രധനുസ് കൊണ്ട് ഇലക്കുറിയണിയും ഇന്ദീ വരതള നയനെ, ഹേമാങ്കലാവണ്യം തുളുമ്പും നിനക്കെൻ്റെ പ്രേമോപഹാരങ്ങൾ, യൗവന രാഗോപഹാരങ്ങൾ. അദ്ദേഹത്തെ കണ്ടാൽ ഒരിക്കലും തോന്നില്ല ഇങ്ങനെയുള്ളതൊക്കെ എഴുതുന്ന മനുഷ്യനാണെന്നൊരു സാധാരണ മനുഷ്യരാണ് കവികൾ, യഥാർത്ഥ കവികൾ, വലിയ കവികൾ. കവിത എഴുതാൻ തോന്നുന്നു മറന്നതോർമ്മ വരും പോലെ എന്ന് പറഞ്ഞ മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ നാടാണ് കേരളം. ഏത്? കവിത എഴുതാൻ തോന്നുന്നു മറന്നതോർമ്മ വരും പോലെ. ഉള്ളിൽ നിന്നിങ്ങനെ നിറഞ്ഞു വരുന്ന കവിതയാണത്. അത് ജെന്യുവിൻ പോയട്രിയാണ്. ഇതുകൊണ്ടൊക്കെയാണ് നാം ഈ മാനവികതയെ വളർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അധ്യക്ഷൻ നമ്മുടെ MLA പറഞ്ഞത്, ഞാൻ ഈ യൂണിവേഴ്സിറ്റിയുടെ സീസോൺ കലോത്സവം ഉദ്ഘാടനം ചെയ്തപ്പോൾ ഈ മാതാവിനെ കൊന്ന മകൻ്റെ കാര്യം പരാമർശിച്ചു. സംസാരിച്ചിട്ട് വേദിയിൽ വന്നിരുന്നപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന ഒരു പ്രൊഫസർ എന്നോട് പറഞ്ഞു,
എൻ്റെ വീടിൻ്റെ അടുത്താണ് അവൻ്റെ വീട്, ആ പറഞ്ഞ മകൻ്റെ വീട്. ഗർഭത്തിനും പ്രസവത്തിനുമുള്ളത് ആ സ്ത്രീക്ക് ഞാൻ കൊടുത്തിരിക്കണമെന്നാണ് അവൻ പറഞ്ഞത്. ഇതാണ് കാണേണ്ടത്. അമ്മയെ കൊന്നത് മാത്രമല്ല കാണേണ്ടത്, ഏതോ ഒരു കൂലം കുത്തി ഒഴുക്ക് വരാൻ പോകുന്നുണ്ട്. മൂല്യനിരാസത്തിൻ്റെ, മൂല്യനിഷേധത്തിൻ്റെ, സ്വന്തം വീടകങ്ങളിലെ മക്കളെക്കുറിച്ച് ഒരു ഗ്യാരണ്ടിയും പറയാൻ കഴിയാത്ത ഒരു പുതിയ കാലത്തേക്ക് നാം പോവുകയാണ്. അതിനെതിരെ വേലി കെട്ടണം എന്നാണ് ഞാൻ പറയണത്. വേലി കെട്ടണം. ഞാൻ മുമ്പൊരിക്കൽ പാർലമെൻറ്റിൽ സംസാരിക്കുമ്പോൾ, അന്നാണത് 10-25 കൊല്ലം മുമ്പ് രാജ്യസഭയിൽ, ഞാൻ അന്നത്തെ മന്ത്രിയോട് പറഞ്ഞു, ഈ വിദേശ ചാനലുകളൊക്കെ ഇങ്ങനെ വന്ന് അന്ന് തുടങ്ങുന്ന കാലമാണ്, ഇന്നിപ്പോൾ അത് പറയുന്നതിന് തന്നെ പ്രസക്തി ഇല്ല, അന്നല്പം പ്രസക്തി ഉണ്ട്. ഇതെവിടെ എത്തും? ഇതിന് വേലി കെട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മന്ത്രി അതിന് മറുപടി പറഞ്ഞപ്പോൾ പറഞ്ഞ വാക്ക്, ആകാശത്തിന് ആര് വേലി കെട്ടും എന്നാണ്. ആകാശത്തിലൂടെ, എയറിലൂടെ വരുന്ന തരംഗങ്ങൾ, സിഗ്നലുകൾ, അതിലൂടെ വരുന്ന ചാനലുകൾ ആര് വേലി കെട്ടും? പക്ഷെ വേലി കെട്ടിയേ തീരൂ. അജ്ഞാതമായ വേലികൾ കെട്ടി കുടുംബ പാരമ്പര്യങ്ങളെ നിലനിർത്താൻ സാധിക്കണം. ആകാശഗംഗാ തീരങ്ങളിൽ എന്നെഴുതിയ കവിയാണ് ഇവിടെ ഇരിക്കുന്നത്. ആകാശഗംഗയുടെ തീരങ്ങൾ, ആ തീരങ്ങളിലേക്ക് പോലും കടന്നു ചെന്ന് അവിടെ സംസ്കാരത്തിൻ്റെ മഹിമ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. ഗർഭത്തിനും പ്രസവത്തിനുമുള്ളത് ആ സ്ത്രീക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ ഞാനൊരു മലയാളിയായ മകനെ ഓർക്കുന്നു. ആ മകൻ അമ്മ നിര്യാണം പ്രാപിക്കുന്ന സമയത്ത് അമ്മയുടെ അടുക്കലെത്തി. അമ്മ ചോദിച്ചു, വർഷങ്ങൾക്ക് മുമ്പാണ്, ശങ്കരാചാര്യരാണ്. അമ്മ ചോദിച്ചു, മോനെ, നിന്നെ പെറ്റതിന് പോറ്റിയതിന് എന്തെങ്കിലും എനിക്ക് പകരം താ മോനെ, നിന്നെ പോറ്റി വളർത്തിയതിന് എന്തെങ്കിലും പകരം താടാ മോനെ. അപ്പോൾ ഈ മകൻ പറയുന്നുണ്ട്, ഇവിടെ കാലടിയിൽ ശങ്കരൻ, ഞാനൊരിക്കൽ ഡോക്ടർ കരൺ സിംഗിനെ കേരളത്തിലേക്ക് ഒരു പരിപാടിക്ക് ക്ഷണിച്ചുകൊണ്ടുവന്നു. കശ്മീർ രാജാവിൻ്റെ മകൻ, മുൻ കേന്ദ്രമന്ത്രി, കോഴിക്കോട്ടൊരു പ്രഭാഷണം നിർവഹിക്കാൻ. അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്നെ സമദാനി ശങ്കരാചാര്യരുടെ ജന്മസ്ഥലത്ത് കൊണ്ടുപോകുമെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ കരൺ സിംഗും ഞാനും കൂടി കാലടി പോയിട്ട് തലേന്ന് പാർത്തു. അദ്ദേഹം കാലത്തെണീറ്റു, ഞാൻ ഇപ്പോഴും ഓർക്കും. അദ്ദേഹം ശങ്കരൻ്റെ ജന്മസ്ഥലങ്ങളൊക്കെ ചെന്ന് കണ്ടു. മുതലക്കുളം, മുതല പിടിച്ച ശങ്കരനെ മുതല പിടിച്ച ഐതിഹ്യമുള്ള ആലുവാപ്പുഴ തീരത്തെ സ്ഥലങ്ങൾ പലതും. ആ ശങ്കരൻ അമ്മയോട് ആ സമയത്ത് പറഞ്ഞു, നൈരുച്യം തനു ശോഷണം മലമയീ ശയ്യാച്ച സംവത്സരി. അമ്മേ, എന്നെ ഗർഭം ചുമന്നപ്പോൾ അമ്മയ്ക്ക് ഭക്ഷണത്തോട് രുചി ഉണ്ടായിരുന്നു അമ്മേ. നൈരുച്യം, എന്നെ ഗർഭം ചുമന്നപ്പോൾ, സാധാരണ ഈ പെണ്ണുങ്ങൾക്ക് ഗർഭകാലത്ത് ഞങ്ങളുടെയൊക്കെ ഗ്രാമത്തിൽ പെണ്ണുങ്ങൾ പച്ചമാങ്ങ തിന്നെന്ന് പറയും. ഗർഭിണികൾ ഗർഭത്തിൻ്റെ ആദ്യഘട്ടത്തിൽ. ഇപ്പം നാട്ടിൽ ഗ്രാമീണരായ പാവപ്പെട്ട ജനങ്ങൾ എന്തോ ഒരു പച്ചമാങ്ങ പുളിയോടുള്ള കമ്പാണെന്നൊക്കെയാണ് പറയാ. സത്യത്തിൽ ശങ്കരാചാര്യരുടെ ഈ ശ്ലോകമാണ് എനിക്ക് മനസ്സിലാക്കി തന്നത്. അത് പച്ചമാങ്ങയോടുള്ള കമ്പമല്ല, അത് ഗർഭകാലത്തുള്ള പെണ്ണിൻ്റെ ശരീരത്തിലെ അരുചിയെ മറികടക്കാൻ സ്ത്രീ ശരീരം നടത്തുന്ന ശ്രമമാണ്. നൈരുച്യം. അമ്മേ, അമ്മക്ക് ഭക്ഷണത്തോട് രുചിയില്ലായ്മ തോന്നിയിരുന്നു അമ്മേ? ഇതൊരു മകൻ ചോദിക്കുകയാണ് അമ്മയോട്. തനു ശോഷണം. എന്നിട്ട് അമ്മയുടെ ശരീരം മെലിഞ്ഞു പോയിരുന്നു അമ്മേ? ഞാൻ എന്നെ ഗർഭം ചുമന്ന കാലത്ത് അമ്മ മെലിഞ്ഞു പോയിരുന്നോ വേണ്ടത്ര ആഹാരം കഴിക്കാത്തതുകൊണ്ട്? മലമയീ ശയ്യാച്ച. ഞാൻ ഈ ശ്ലോകം പഠിക്കുന്നത് കോളേജ് പഠിച്ചിരുന്ന കാലത്താണ്. എൻ്റെ ഹോസ്റ്റലിലെ മുറിയിൽ വാതിലിൻ്റെ മുകളിൽ ഞാൻ ഈ ശ്ലോകം എഴുതി വച്ചിരുന്നു. എൻ്റെ ഹോസ്റ്റലിൽ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വളർന്നത്. കാരണം നമ്മുടെ അകത്ത് ഉമ്മയുണ്ട്, അമ്മയുണ്ട്. ഞാൻ ഈ അമ്മ പ്രസംഗത്തെ പറ്റിയൊക്കെ എവിടെയും പറഞ്ഞു. ചെറിയ പെരുന്നാൾക്കാണ് എൻ്റെ ഉമ്മ മരിക്കണത്. രക്തം ഛർദ്ദിച്ചിട്ടാണ് മരിക്കണത്. എൻ്റെ ഉടുപ്പ് മുഴുവൻ ഉമ്മയുടെ ചോരയായിരുന്നു. പെരുന്നാൾക്ക് ഇങ്ങനെ പടക്കം പൊട്ടിച്ച് പുത്തൻ ഉടുപ്പിട്ട് കുട്ടികൾ ഓടി നടക്കുമ്പോൾ ഞാൻ ഉമ്മയും കൊണ്ട് ആശുപത്രിയിലാണ്. യേശുദാസ് എന്നോട് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അച്ഛനെ ആശുപത്രി കൊണ്ടേ കിടത്തി. അപ്പോൾ അച്ഛൻ്റെ ദേഹം എടുക്കണം. അച്ഛൻ മരിച്ചു. ആശുപത്രിക്കാർ ബില്ലടക്കാതെ ദേഹം കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. ഞാൻ പോയിട്ട് പല നിലക്ക് കെഞ്ചി നോക്കി. അങ്ങനെ എവിടൊക്കെയോ പോയിട്ട് ആരൊക്കെയോ കണ്ട് ഒപ്പിച്ച് കാശ് കൊണ്ടേ കൊടുത്ത്
അച്ഛൻ്റെ ദേഹം തോളിലിട്ട്. ഇതായിരിക്കണം യേശുദാസിനെ മഹാനാക്കുന്നത്. ഞാൻ യേശുദാസൻ മഹാനാണെന്ന് തന്നെ വിശ്വസിക്കുന്ന ആളാണ്. ഹരി പറഞ്ഞത് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ഈ മലയാളി ഒന്നും കണ്ടറിയാൻ കഴിയാതെ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ആരെപ്പറ്റി എന്തും പറയാം, ആരെ ആക്ഷേപിക്കാം. എടോ, അങ്ങനെ ആയിരക്കണക്കിന് ആക്ഷേപങ്ങളെ കൊണ്ട് കല്ലെറിഞ്ഞാലും യേശുദാസിൻ്റെ ഗാനചന്ദ്രിക മാനത്ത് ജ്വലിച്ചുകൊണ്ടേയിരിക്കും. അതിനൊന്നും കല്ലെറിഞ്ഞ് തോൽപ്പിക്കാൻ കഴിയില്ല. അതൊക്കെ നമ്മുടെ സംസ്കാരത്തിന് ചേരുന്ന നടപടിയല്ല. അതാണ് യേശുദാസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യേശുദാസ് ഒരു പാട്ട് റെക്കോർഡ് ചെയ്ത് ഇറങ്ങി വരുമ്പോൾ അമ്മ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്നാണ്. എന്തിനാ കരയണത്? മകനൊരു നല്ല പാട്ട് പാടി വരുമ്പോൾ ഇന്നത്തെ രീതിയിലാണെങ്കിൽ ഒന്ന് അഭിനന്ദിച്ച് ചിരിക്കല്ലേ വേണ്ടത്? അടിച്ചു പൊളിച്ചു എന്നല്ലേ പറയേണ്ടത്? ഇന്നത്തെ ഭാഷയിൽ അടിച്ചു പൊളിച്ചു എന്ന്. അമ്മ കരഞ്ഞു. യഥാർത്ഥ കല കരൾ ചോരയുടെ തുടിപ്പാണ്. ശില്പകലയാണെങ്കിലും രാമചന്ദ്രൻ്റെ ശില്പമാണെങ്കിലും ജയകുമാർ അവറുകളുടെ കവി ശ്രേഷ്ഠൻ്റെ കവന കൗമുദിയാണെങ്കിലും ദ്രോണാചാര്യ അവാർഡ് നേടിയ അഭിവന്ദനായിട്ടുള്ള നമ്മുടെ മുരളീധരൻ്റെ കണ്ടില്ലേ അത്? നാളെ എനിക്ക് എൻ്റെ നിയോജക മണ്ഡലത്തിലൊരു കളരി വാർഷിക സമ്മേളനമുണ്ട്. കളരി അത് കാണുമ്പോൾ എനിക്ക് തോന്നാറുള്ളത് ശരീരത്തിൻ്റെ ഒരു മനോഹരമായ കവിതയായിട്ടാണ്. അതിലെ ചില ഭാവങ്ങളും ചില പ്രകടന രീതികളും അംഗപ്രത്യംഗ ഭാവങ്ങൾ, അതിലൊക്കെ കവിതയുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഋഷിയുടെ പേര് കേട്ടപ്പോൾ ഞാൻ പ്രശാന്തനോട് ചോദിച്ചു, എന്താണ് ഋഷി രാജലക്ഷ്മി എന്ന് പറയണത്? പെട്ടെന്നൊരാൾ പേര് കേട്ടാൽ എന്താ ആണല്ലേ എന്ന് പോലും തോന്നുമാറ്. ഋഷി എന്ന് കേട്ട ആണെന്ന് മനസ്സിലാവും. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഋഷിയുടെ അമ്മയുടെ പേരാണ്. അമ്മയുടെ പേര് സ്വന്തം പേരിനോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് തീരുമാനിക്കുന്ന മകൻ. ഹരി തൻ്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ സഹജീവികളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രതിജ്ഞാബദ്ധനായ ഒരാളാണ് ഞാൻ എന്ന് അച്ഛനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ആ മുഖവിലയുടെ അവസാനത്തിൽ. അച്ഛനെ പറ്റി പറഞ്ഞുകൊണ്ടാണിത് അവസാനിപ്പിക്കുന്നത്. ശ്രീ ഹരിയേട്ടൻ തൻ്റെ ബിസിനസ് നിർവഹിക്കുന്ന അറബ് നാട്ടിൽ അറബ് ഭാഷയിൽ പഴമൊഴിയുണ്ട്. അത് കേട്ടാൽ നമ്മൾ വികാരഭരിതരായി പോകുന്ന പഴമൊഴിയാണ്. അൽ വലദു സിറു അബി, പുത്രൻ പിതാവിൻ്റെ പൊരുളാണ്. ഇതാദ്യം കേട്ട നിമിഷം ഞാൻ തരിച്ചു പോയിട്ടുണ്ട്. പുത്രൻ പിതാവിൻ്റെ പൊരുളാണ്. നമ്മൾ ചിലപ്പോൾ ഒരാളെ പരിചയം ഉണ്ടാവും, ആ ആളൊരു പക്ഷേ മരിച്ചു പോയേക്കാം, അല്ലെങ്കിൽ നമ്മൾ പിന്നെ കണ്ടിട്ട് കുറേ കാലമായിട്ടുണ്ടാവും. അത് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മകനെ അല്ലെങ്കിൽ മകളെ നമ്മൾ കാണാനിടയായി. ഈ കുട്ടി നമ്മളോട് വർത്തമാനം പറയാണ്. വർത്തമാനം പറയുന്നതിനിടയിൽ ചുണ്ട് കോടിയപ്പോൾ നമ്മുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പണർ പാഞ്ഞു. ഇങ്ങനെ തന്നെ ആയിരുന്നു ഇവൻ്റെ അല്ലെങ്കിൽ ഇവളുടെ അച്ഛൻ ചിരിക്കുമ്പോൾ ചുണ്ട് കോടിയിരുന്നത്. ഈ കുട്ടി അറിയണില്ല, ശരീരത്തിലുണ്ട്, കോശങ്ങളിലുണ്ട് പൊരുളായ മാതാപിതാക്കളുടെ ജീവൻ്റെ പ്രവാഹം. എം.ടി. വാസുദേവൻ നായർ അദ്ദേഹത്തെ ഞാൻ ഇനി ഒരു ഒറ്റ സംഭവം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കണം. എൻ്റെ സംസാരം ദീർഘിച്ചു പോകരുത് നിർബന്ധമുള്ളതുകൊണ്ട് ഞാൻ എം.ടിയെക്കുറിച്ച് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. എം.ടിയുടെ നാട്ടിൽ എം.ടിയുടെ അമ്മ എം.ടിയെ ഗർഭം ചുമന്നപ്പോൾ എം.ടിയുടെ അമ്മക്ക് കാര്യമായ അസുഖം ഉണ്ടായി. അപ്പോൾ വീട്ടുകാരൊക്കെ പറഞ്ഞു, ഈ കുട്ടിയെ അങ്ങ് കളഞ്ഞേക്ക്. അന്ന് അങ്ങനെ പറയാ. ആശുപത്രി കൊണ്ടുപോയിട്ട് ഗർഭം അലസിപ്പിച്ച് വെച്ചാൽ തള്ളിയും മകനും കൂടി രക്ഷപ്പെടൂല എന്ന് പറയുന്ന ഒരവസ്ഥ മുമ്പൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് രണ്ടിലൊരാളെ ബാക്കിയാവും. ഇന്നത്തെ പോലെ ചികിത്സ ഒന്നും ഇല്ലാത്ത കാലമാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. കൂടല്ലൂരിലാണ്, എൻ്റെ നിയോജക മണ്ഡലത്തിൽ പൊന്നാനിയിലാണ് എം.ടിയുടെ ഈ നാട്. ഞാൻ അവിടെ എം.ടിയുടെ നിര്യാണശേഷം ആ വീടിൻ്റെ എം.ടി പാർത്തിരുന്ന വീടിൻ്റെ മുറ്റത്ത് ഒരനുസ്മരണ സമ്മേളനം നടത്തുണ്ടായി. എം.ടിയുടെ നിര്യാണശേഷം എം.ടി കൂടുതൽ ഉയർന്നു നിൽക്കുകയാണ്. ആരെക്കുറിച്ചും അപവാദം പറയാത്ത,
ആരെയും ആക്ഷേപിക്കാത്ത, ഒരു ക്ലിക്കിലും പോയി നിൽക്കാത്ത, കടലാഴം കൊണ്ട് നമ്മെ വിസ്മയിപ്പിച്ച MT വാസുദേവൻ നായർ. അവരൊക്കെ നമുക്ക് കരുതി തന്നത് ഇതാണ്. വെറും എഴുത്ത് മാത്രമല്ല. MTയുടെ അമ്മ, ഈ മകനെ അങ്ങ് കളഞ്ഞേക്ക്. പക്ഷെ അമ്മയുണ്ടോ? കളയുന്നു. ഏതെങ്കിലും ഒരമ്മ ഈ ലോകത്ത് മകനെ കളഞ്ഞിട്ട് ജീവിക്കുമോ? അമ്മ മൗനമായി അത് കേട്ടു നിന്നു എന്നാണ്. ആ മകനാണ് MT വാസുദേവൻ നായർ. ഒരിക്കൽ സൂര്യ കൃഷ്ണമൂർത്തി എന്നെ വിളിച്ചിട്ട് MTയുടെ കഥാപാത്രങ്ങളെക്കുറിച്ചൊരു പരിപാടി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അത് ഉദ്ഘാടനം ചെയ്യാൻ എന്നെ വിളിച്ചിട്ട് ഞാൻ മലപ്പുറത്തെ കുന്നുമ്മ പോയി. അതിലെല്ലാ കഥാപാത്രങ്ങളും ലൈറ്റ് ആൻഡ് സൗണ്ടിൽ രംഗത്ത് വരുന്നുണ്ട്. ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ആയിട്ടാണ് സൂര്യ കൃഷ്ണമൂർത്തി അത് സംവിധാനിച്ചത്. മനോഹരമായൊരു പരിപാടിയായിരുന്നു. MTയുടെ കഥാപാത്രങ്ങളെല്ലാം, ഒരു കഥാപാത്രം മാത്രം രംഗത്ത് വന്നില്ല. ശബ്ദത്തിലൂടെയാണ് സൂര്യ കൃഷ്ണമൂർത്തി ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. അത് അമ്മയായിരുന്നു. അത് കേട്ടിട്ട് രാത്രി അത് കണ്ടിട്ട് എൻ്റെ മനസ്സിനത് വല്ലാതെ മതിച്ചു. MTയുടെ അമ്മ ശബ്ദം. ഞാൻ ആ പരിപാടി കഴിഞ്ഞ് മടങ്ങുമ്പോൾ MTയെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. ബാക്കിയൊന്നും ഞാൻ പറഞ്ഞില്ല. ഈ ഷോയെക്കുറിച്ചോ അമ്മയെക്കുറിച്ചോ ഒന്നും പറഞ്ഞില്ല. അപ്പം സമദാനി വന്നാൽ രാവിലെ കാണാമെന്ന് പറഞ്ഞു. ഞാൻ രാവിലെ കോഴിക്കോട്ട് പോയി. ചെന്നപ്പോൾ MT ഉണ്ട് തൻ്റെ സ്വീകരണ മുറിയിൽ ഇരിക്കുകയാണ്. MTയുടെ മുമ്പിൽ ഒരു പുസ്തകം വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പുതിയ തലമുറക്ക് പഠിക്കണം, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. കുടുംബവേദി പോലുള്ള വേദികൾ, ഇതിനൊക്കെ സംവിധാനം ഒരുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഇനിയുള്ള കേരളത്തിൽ. അപ്പോൾ ഞാൻ ചെന്ന പാടെ ഈ തലേന്നുണ്ടായ അനുഭവം പറയാനാണ് ഞാൻ പോയിരിക്കുന്നത്. ഞാൻ MTയുടെ കഥാപാത്രങ്ങളെ പുരസ്കരിച്ചുകൊണ്ട് സൂര്യ ചെയ്തൊരു പരിപാടി കണ്ടു. അതിലെല്ലാ കഥാപാത്രമുണ്ട്. അമ്മ മാത്രം രംഗത്ത് വന്നില്ല. അമ്മയെ ശബ്ദത്തിലൂടെയാണ് അവതരിപ്പിച്ചത്. പക്ഷെ അത് വളരെ കരുത്തായിരുന്നു എന്നൊക്കെ പറയാനാണ് ഞാൻ പോയത്. MT വളരെ കുറച്ചല്ലേ സംസാരിക്കൂ. ഞാൻ മുമ്പ് പോയിരുന്നു. എന്തൊക്കെയാണ് വർത്താനം എന്ന് ചോദിച്ചു. എൻ്റെ കയ്യിൽ നേരെ ഈ പുസ്തകം എടുത്ത് തന്നു. ഞാൻ അവിടെ തന്നെ ഇരുന്ന് ഈ പുസ്തകം മറിച്ചു നോക്കി. ആദ്യത്തെ പേജിൽ ഉൾക്കവറുണ്ടല്ലോ, ഉൾക്കവറിൽ എൻ്റെ പേരൊക്കെ എഴുതി സ്നേഹപൂർവ്വം ഒക്കെ ഒപ്പൊക്കെ ഇട്ട് വെച്ചിരിക്കണം. പുസ്തകത്തിൻ്റെ പേര് അമ്മയ്ക്ക്. പുസ്തകത്തിൻ്റെ പേര് അമ്മയ്ക്ക്. ഒരു പേജും കൂടി മറിച്ചപ്പോൾ ഒരു മങ്ങിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ്, ഫോട്ടോ, അമ്മയുടെ ഒരു പഴയ ചിത്രം. ഇതൊക്കെ പറയാനാണ് ഞാൻ പോയത്. ഞാൻ ഒന്നും പറയാതെ അല്പസമയം അവിടെ ഇരുന്നിട്ട് തിരിച്ചു പോന്നു. ഈ മഹത്തുക്കൾ നമുക്ക് വേണ്ടി കരുതി വെച്ചതിനെ നിലനിർത്താൻ സാധിക്കട്ടെ, ഇതൊരിക്കലും മറക്കാതിരിക്കട്ടെ എന്ന ഈ രുച്യം, തനുശോഷണം, മലമയീ ശയ്യാച്ച, എൻ്റെ മലമൂത്രത്തെ അമ്മ ശയ്യയാക്കി. അതങ്ങനെ തന്നെ പഠിപ്പിക്കണം മക്കളെ. മലമയീ ശയ്യാച്ച, മലത്തെ മൂത്രത്തെ അമ്മ ശയ്യയാക്കി. അമ്മേ, അതിനൊക്കെ പകരം നൽകാൻ എന്താണ് എൻ്റെ കയ്യിലുള്ളത് എന്നാണ് ശങ്കരൻ ചോദിക്കുന്നത്. അപ്പോഴാണ് വീണ്ടും അമ്മ പറയണത്, ആര്യാമ്പ, ശങ്കരൻ്റെ അമ്മ ആര്യാമ്പ, മോനെ എന്തെങ്കിലും പകരം താ. അമ്മയുടെ അന്ത്യനിമിഷങ്ങളാണ്. വലിയ മകനാണ്, ദാർശനികനായ മകനാണ്. അപ്പോഴാണ് ശങ്കരൻ പറയണത്, ശങ്കരൻ ഒരു ശ്ലോകം ചൊല്ലുക ചെയ്യണത്, നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു, നമസ്തേ നമസ്തേ ഗദാ ചക്രപാണേ, സമസ്താപരാധം ക്ഷമസ്വാഖിലേശം, മുഖേ ചന്ദ്രഹാസം നഖേ ചന്ദ്രഭാസം, കരേ ചാരു ചക്രം സുരേശാഭിവന്ദ്യം, ഭജേ ഭുജംഗേ ശയാനം ഭജേ പത്മനാഭം, ഹരേരന്ന ദൈവം നമന്നേ നമന്നേ. എൻ്റെ ദൈവത്തെ ഞാൻ നമിക്കുന്നു അമ്മേ. അമ്മയെ നൽകിയ ദൈവത്തെ ഞാൻ നമിക്കുന്നു. അതിലപ്പുറം അമ്മയ്ക്കായിട്ട് നൽകാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഈ രീതിയിലുള്ള അച്ഛൻ, അമ്മ, കുടുംബം, സ്നേഹം, ഇതിലേക്കൊക്കെ വന്നാലല്ലാതെ ഒരു സമൂഹം എന്ന നിലയിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറഞ്ഞതുകൊണ്ട് ഒരു പ്രബുദ്ധ സമൂഹത്തെ നിർമ്മിക്കാൻ സാധിക്കില്ല. പണ്ടൊക്കെ സിനിമയിൽ പോലും തെറി ഉണ്ടായിരുന്നില്ല. സിനിമയിൽ തെറി ഉണ്ടായിരുന്നില്ല.
സംഭാഷണങ്ങളിൽ അസഭ്യം അസഭ്യം വെച്ചാൽ അത് എഴുതാൻ ആളെ കിട്ടിയിരുന്നില്ല. വലിയ നടന്മാരൊന്നും ആ ഡയലോഗുകൾ പറയാൻ സന്നദ്ധരായിരുന്നില്ല. എന്താണ് ഈ അസഭ്യം എന്നുള്ള വാക്ക് മലയാളി എങ്ങനെ ഉണ്ടാക്കിയതാണ്? സഭയ്ക്ക് ചേരാത്തത് അസഭ്യം, ഒരു സഭയിൽ നിന്ന് പറയാൻ കൊള്ളാത്തത് അസഭ്യം, സഭ്യേതരം. ഈ വിവേചനങ്ങളൊക്കെ അവസാനിച്ചു പോയാൽ നമ്മളല്ലാതായിത്തീരും. അതിനു മുമ്പ് നമുക്ക് സജ്ജരാകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ കുടുംബവേദി എന്നും സജീവമായിട്ട് നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇനിയും ഈ കുടുംബവേദിയിലൂടെ വരാൻ എനിക്കും സാധിക്കട്ടെ എന്ന് ഞാൻ എന്നെക്കുറിച്ചും ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ സ്നേഹനിമിഷങ്ങൾ ഇത് പങ്കുവെക്കാൻ നമുക്കെല്ലാവർക്കും ഇനിയും സാധിക്കട്ടെ. നമ്മുടെ ഓമന പൈതങ്ങളുടെ കണ്ണിൽ ആശ വെച്ചു കൊടുക്കാൻ സാധിക്കട്ടെ, ആശങ്കക്ക് പകരം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ പങ്കെടുത്ത, ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട വ്യക്തികളെ എല്ലാവർക്കും എൻ്റെ ആദരം. ഞാൻ വളരെ ബഹുമാനിക്കുന്ന കവിശ്രേഷ്ഠനായ ശ്രീ ജയകുമാർ അവർക്ക്, അതുപോലെ പ്രിയപ്പെട്ട ഓമനക്കുട്ടി ടീച്ചർ, പ്രിയപ്പെട്ട ഋഷി രാജലക്ഷ്മി, എസ് മുരളീധരൻ, നമ്മുടെ കലാകാരി പ്രിയങ്കരിയായ അപർണദാസ്, എല്ലാവർക്കും ഇവിടെ പ്രിയപ്പെട്ട രാമചന്ദ്രൻ, ഞാൻ പേര് പറയപ്പെട്ടവർക്കും പറഞ്ഞവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും ആദരം അർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഹരിയുടെ പുസ്തകം കുട്ടികളെ കൊണ്ട് വായിപ്പിക്കണം നിങ്ങൾ. അച്ഛൻ ചൊരിഞ്ഞു നൽകിയ വാത്സല്യമാണ് ഞാൻ സഹജീവികൾക്ക് നൽകുന്നത് എന്നാണ് ഹരിയേട്ടൻ തൻ്റെ പുസ്തകത്തിൽ അച്ഛനെ വിളിച്ചുകൊണ്ട് പറയുന്നത്. അച്ഛൻ നിര്യാണം പ്രാപിക്കുമ്പോൾ 14 വയസ്സുള്ള ഒരു മകൻ്റെ മനസ്സിലെ ചിന്തകളാണിത്. അച്ഛൻ വിട പറയുമ്പോൾ 14 വയസ്സ്. അതിനേക്കാളും ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ MA-ക്ക് പഠിക്കുമ്പോഴാണ് എൻ്റെ പിതാവ് വിട പറഞ്ഞു പോണത്. BA-ക്ക് പഠിക്കുമ്പോഴാണ് മാതാവ് പോണത്. കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണ് പോണ ഒരു നേരമുണ്ടെങ്കിൽ അത് മാതാപിതാക്കളുടെ തിരോധാനമാണ്. എന്നിട്ടും നമ്മൾ ജീവിക്കുന്നു. നാം അവരിലൂടെ ജീവിക്കുന്നു, അവർ നമ്മിലൂടെ ജീവിക്കുന്നു. ശ്രീ ഹരിയുടെ മാതാപിതാക്കൾ ഭാഗ്യമുള്ളവരാണ്. കാരണം എൻ്റെ ഒരു വിശ്വാസം, ഒരു മനുഷ്യനും ഈ ലോകത്ത് ഒറ്റക്ക് ഒന്നും ചെയ്യുന്നില്ല എന്നാണ്. മാൻ ഈസ് നോട്ട് ഡൂയിങ് എനിത്തിങ് അലോൺ, ഹി ഈസ് ഓൺലി കണ്ടിന്യൂയിങ് ദ മിഷൻ. സർ ഐസക് ന്യൂട്ടൻ്റെ ഒരു പ്രസ്താവന എനിക്ക് വളരെ ഇഷ്ടമാണ്. ന്യൂട്ടൻ പറയുന്നുണ്ട്, ഞാൻ മറ്റുള്ളവരുടെ തോളത്ത് കയറിയിട്ടാണ് ലോകത്തെ കണ്ടത്. എനിക്ക് മുമ്പുള്ളവരൊക്കെ ഒരുപാട് ചെയ്തു പോയിട്ടുണ്ട്, ഞാൻ അവളുടെ തോളിലാണ്. ഞാൻ കടപ്പുറത്ത് ശംഖ് പെറുക്കി നടക്കുന്ന ഒരാളാണ്. ഞാൻ അങ്ങനെ പെറുക്കി നടക്കുമ്പോൾ എൻ്റെ മുന്നാലെ നടന്നവരുടെ കാൽപ്പാടുകൾ നോക്കിയിട്ടാണ് ഞാൻ നടക്കുന്നതെന്നാണ് വിശ്വപ്രശസ്ത ശാസ്ത്രജ്ഞനായ സർ ഐസക് ന്യൂട്ടൺ എഴുതി വച്ചിട്ടുള്ളത്. ഇതൊക്കെ മര്യാദ ഉള്ളവരുടെ വാക്കുകളാണ്. ഒരു മര്യാദയില്ലാത്തവർക്ക് അച്ഛനില്ല, മുതിർന്നവരില്ല, മാതാവില്ല, മുലപ്പാലില്ല, മുലപ്പാലിൻ്റെ മണമില്ല, പൊക്കിൾ കൊടി മുദ്രയില്ല. പൊക്കിൾ കൊടി തേങ്ങുന്ന കാലമാണിത്. അതുകൊണ്ട് കുടുംബവേദി ആ പേര് വളരെ വളരെ അന്വർത്ഥമായ പേര്. അതുകൊണ്ട് ഞാനിന്ന് ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഞാൻ കൂടെ കൊണ്ടുപോകുന്നത്, എൻ്റെ ഹൃദയത്തിൽ വഹിച്ചു കൊണ്ടുപോകുന്നത് ഈ ചടങ്ങിൻ്റെ ഊഷ്മളത മാത്രമല്ല, ഞാനിവിടെ കണ്ടുമുട്ടിയ മഹത്തുക്കളുടെ സാമീപ്യ സമ്പർക്ക സൗഭാഗ്യം മാത്രമല്ല. ഒരു കവി എഴുതി വച്ചിട്ടുണ്ട് തൻ്റെ ഡയറി കുറിപ്പിൽ, എൻ്റെ ഓരോ ദിവസത്തെയും ഞാൻ ജഡ്ജ് ചെയ്യുന്നത് ഞാൻ ആരെ കണ്ടുമുട്ടി എന്ന് നോക്കിയിട്ടാണ്. ഞാനൊരു മനുഷ്യനെ കണ്ടുമുട്ടുന്നു, അതാണ് എൻ്റെ ജീവിതത്തിലെ വലിയ ദിവസം എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഞാനിന്ന് ഹരിയേട്ടനെ കണ്ടുമുട്ടിയ ദിവസമാണ്. ജയകുമാർ സാറിനെ എത്രയോ കണ്ടിട്ടുണ്ട്, കണ്ടുകൊണ്ടേയിരിക്കുന്നതാണ്. പക്ഷെ മനസ്സിലുണ്ട് അദ്ദേഹം കാണാതിരിക്കുമ്പോഴും. പക്ഷെ ഞാൻ രാമചന്ദ്രനെ ഇന്ന് ആദ്യമായിട്ട് കാണുകയാണ്. ഞാൻ ഋഷിയെ ആദ്യമായിട്ട് കണ്ടുമുട്ടുകയാണ്. ഒരു ഭീകരവാദത്തിൻ്റെ ആക്രമണത്തിനെതിരെ ഇന്ത്യ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ ഋഷിയെപ്പോലുള്ളവരുടെ ജീവത്യാഗത്തെ അതീവ ആദരത്തോടെയാണ്, അന്നത്തേതിനേക്കാൾ വലിയ ആദരത്തോടെയാണ് ഇന്ന് ഇന്ത്യ കാണുന്നത്. അതുപോലെ ഉണ്ണിമാഷോട് ഞാൻ പറയട്ടെ, ഞാൻ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ പോയിരുന്നു. ഒരു 100 കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്നൊരു ചടങ്ങിൽ ആ ശോകമൂകമായ വയനാടിൻ്റെ മണ്ണ് നമ്മെ ഒരുപാട് പഠിപ്പിച്ചതാണത്.
പ്രകൃതി പാഠപുസ്തകമാണ്. അഹങ്കരിക്കാതെ ആ പാഠപുസ്തകം വായിച്ചു പഠിക്കാൻ നമ്മെ സജ്ജരാക്കുന്ന മനുഷ്യത്വത്തിൻ്റെ ഉറവ പറ്റാത്ത മനസ്സുകൾ, ഉണ്ണിമാഷ പോലുള്ള മഹത്തുക്കൾ, അവരാണ് യഥാർത്ഥ അധ്യാപകർ. അതുപോലെ ഞാനിന്ന് കണ്ടുമുട്ടിയ നമ്മുടെ മുരളീധരനായിരുന്നാലും ഓമനക്കുട്ടി ടീച്ചറൊക്കെ നേരത്തെ അറിയുമെങ്കിലും അപർണയായിരുന്നാലും എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങളും സദസ്സിലുള്ള ഓരോ സഹോദരനും നേർന്നുകൊണ്ട് ഈ സദസ്സിലെത്തിയ ഏറ്റവും പ്രായം ചെന്ന അമ്മ, അതിന് പക്ഷേ എണീറ്റിക്കുന്ന അമ്മയാണോ? ആയിരിക്കാം, അല്ലായിരിക്കാം. അവരുടെ സമ്മതത്തോടെ ലോകാ സമസ്ത സുഖിനോ ഭവന്തുവിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഈ സദസ്സിലുള്ള ഏറ്റവും പ്രായം ചെന്ന അമ്മ രാജലക്ഷ്മി എന്നാണ് ഇവിടെ ഋഷിയുടെ അമ്മയുടെ പേര്. രാജരാജേശ്വരി നിന്റെ രാജാങ്കണം രാഗാർദ്രമാമി പ്രപഞ്ചം എന്ന് പാടിയ നാടാണ് നമ്മുടെ കേരളം. രാജരാജേശ്വരി, അമ്മ രാജാവാണ്, അമ്മ രാജലക്ഷ്മിയാണ്, അമ്മ രാജേശ്വരിയാണ്. അമ്മ കളിക്കുന്ന കളിമുറ്റമാണ് ഈ പ്രപഞ്ചം. രാജരാജേശ്വരി നിന്റെ രാജാങ്കണം രാഗാർദ്രമാമി പ്രപഞ്ചം. എല്ലാം അമ്മയാണ്. അമ്മയാണ് ആദ്യ വാക്ക്, അമ്മയാണ് അവസാന വാക്ക്, അമ്മയാണ് മാതൃഭാഷ, അങ്ങയാണ് മാതൃരാജ്യം. അമ്മയാണ് കഞ്ഞി, അമ്മയാണ് അസ്തിത്വം, അമ്മയാണ് പ്രാണൻ്റെ പെടച്ചിൽ, അമ്മയാണ് അന്ത്യം, അന്ത്യവും അമ്മ തന്നെ. ഈ ലോകത്തുനിന്ന് പോകുമ്പോൾ ഒരു മനുഷ്യൻ അവസാനം ഓർക്കുന്ന അവൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായ വിചാരവികാരങ്ങളിൽ മാതൃത്വമുണ്ടായിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഓരോ സ്ത്രീയും ഒരു മാതൃസാധ്യതയാണ് എന്ന ഖലീൽ ജിബ്രാൻ്റെ കവിത ഓർത്തുകൊണ്ട് ഓരോ പെൺകുട്ടി ഒരു മാതൃസാധ്യതയാണ്, എന്നല്ലെങ്കിൽ നാളെ അവൾ അമ്മയാവും. അത് മനസ്സിൽ വരിക്കാൻ സാധിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അഭിവാദനങ്ങൾ. അവതരണം നിർവഹിക്കുന്ന RJ നിയാസ് അടക്കം സദസ്സിലുള്ള എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ, അഭിനന്ദനങ്ങൾ. കുടുംബവേദി ഒരു മഹാപ്രസ്ഥാനമായി പടർന്ന് പരിലസിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നാളെ ഒരു പരിപാടി നടക്കുമ്പോൾ നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളെപ്പറ്റി ചർച്ച സംഘടിപ്പിക്കൂ. നിങ്ങൾ ഹരികഥയെക്കുറിച്ച് ആളുകളെ വായിപ്പിക്കൂ. അതിനെക്കുറിച്ചൊരു സെമിനാർ സംഘടിപ്പിക്കൂ എന്ന് തന്നെ ഞാൻ പറയുന്നു. ഹരികഥ, അതിനെക്കുറിച്ചൊരു ചർച്ചാവേദി സംഘടിപ്പിക്കൂ. ശ്രീ ജയകുമാർ സാറിൻ്റെ അവതാരിക അടക്കം അതിലെഴുതിയ സകല കാര്യങ്ങളും, അതിൽ വയലാറുണ്ട്, അതിൽ ഒരു മനുഷ്യൻ്റെ സകല വീക്ഷണങ്ങളുണ്ട്, അതിൽ സംഗീതമുണ്ട്, ആലപ്പുഴയുണ്ട്, അതിൽ ചലച്ചിത്രമുണ്ട്, സിനിമ എടുക്കേണ്ടതിൻ്റെ അനിവാര്യതയുണ്ട്, സിനിമയെ കൊണ്ടുപോയിട്ട് പണം മുടക്കിയിട്ട് തൊലയാതെ നോക്കണമെന്നതിൻ്റെ അനുഭവ പാഠങ്ങളുമുണ്ട്. എല്ലാം അടങ്ങിയ ഒരു സമഗ്രമായ പാഠപുസ്തകമാണത്. ആ പാഠപുസ്തകവുമായിട്ടാണ് ഞാൻ നാട്ടിലേക്ക് മടങ്ങുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.